പിന്നെ ക്രിസ്ത്യൻസ് ഒരു ഈസി ടാർഗറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് എങ്ങനെയൊക്കെയോ ചിലർക്കൊക്കെ ഉണ്ട്. കേരളത്തിലുള്ള എല്ലാ മനുഷ്യർക്കും മനസ്സിലാവും ആരാണ് പിളർത്തിയതെന്നുള്ളതും എങ്ങനെയാണ് ഓർത്തഡോക്സ് സഭ ഉണ്ടായതെന്നുള്ളതും. അപ്പം പിളർത്തിയത് യാക്കോബായ സഭ എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. പ്രധാനമന്ത്രിയോടും നമുക്ക് വലിയ റെസ്പെക്റ്റാണ്. ഈ മൃതശരീരം അടക്കാൻ പോലും അവർ തടസ്സം നിന്നു. BJP ചർച്ചസുമായിട്ട് കൂടുതൽ ബന്ധം പുലർത്താൻ അവർ എല്ലാ നിലകളിലും പ്രവർത്തിക്കുന്നുണ്ട്. മനുഷ്യന് നന്നാവണമെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യാനിയാവണം നിർബന്ധവും ഇടതുപക്ഷം സഹായിച്ചിട്ടുണ്ടെന്നുള്ളൊരു വസ്തുതയാണ്. എന്നാലും ഉമ്മൻചാണ്ടിയുടെ ഒരു കരിസ്മ ഉള്ള വേറൊരാൾ ഇപ്പം നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ ബുദ്ധിമുട്ടാണ്. വനിതാ വൈദികരെന്നുള്ളത് അത്ര ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ചിന്തിക്കുക അത്ര എളുപ്പമായിരിക്കില്ല. ഓർത്തഡോക്സ് സഭയോട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ യാക്കോബായ സഭ ചർച്ച ചെയ്യുന്നതിനും ശാശ്വതമായ പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനും തയ്യാറാണ്. ആദ്യമേ തിരുമേനി ഈ പൗരോഹിത്യത്തിലേക്ക് വന്ന ആ ഒരു ജേർണി എങ്ങനെയാണ് വന്ന് ഇപ്പോൾ ഈ നിലയിലെത്തിയല്ലോ, അപ്പോൾ അതൊന്ന് പറയാമോ? അതൊരു ഒന്നാമത് ലോങ് ജേണിയാണ്. സ്റ്റാർട്ടഡ് അറ്റ് ദ ഏജ് ഓഫ് 13 when I was in 8th standard. അതൊരു 8ാം ക്ലാസ്സിലെ ഹിന്ദി പരീക്ഷ കഴിഞ്ഞ് അന്നൊക്കെ ഹാഫ് ഷോർട്ട്സ് ആണല്ലോ, അന്നൊന്ന് പാൻസൊക്കെ വളരെ റെയറാണ് നമ്മുടെ ഇവിടെയൊക്കെ. അപ്പം സ്കൂളിലൊക്കെ ട്രൗസർ ഇട്ടുണ്ടാവും, ഹാഫ് ഷോർട്ട്സ്. അതിട്ട് ഞാനിങ്ങനെ നടന്നു വരുമ്പോഴാണ് മുളന്തുരുത്തി, അന്ന് നടന്ന സൈക്കിളൊന്നുമില്ല. അപ്പോൾ SNDP ഒരു അമ്പലമുണ്ട് അവിടെ. അപ്പോൾ അവിടെ വന്നപ്പോഴത്തേക്ക് ഒരു കാറ് വന്ന് നിന്നു. അപ്പോൾ അതിൽ പെരുമ്പള്ളി തിരുമേനിയാണ്. അദ്ദേഹമാണ് പെരുമ്പള്ളി പള്ളിയിൽ, ഞാൻ എൻ്റെ വീട് പെരുമ്പള്ളിയിലാണ്. അപ്പോൾ അദ്ദേഹം കാറ് നിന്നു. കാറിൽ എന്നെ അറിയാൻ നന്നായിട്ട്, ഞാൻ ഔട്ടർ ബോയാണ്. ഈവൻ I was 6th സ്റ്റാൻഡേർഡിലേക്ക് ഉള്ളപ്പോൾ തന്നെ ആ വണ്ടിയെ കയറാൻ പറഞ്ഞു. വണ്ടിയെ കയറ്റി ചെന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ നിന്നെ അച്ഛമാച്ചനാക്കണമെന്ന് പറഞ്ഞു. എനിക്ക് വലിയ സന്തോഷമൊന്നും, വലിയ വിവരമൊന്നുമില്ല, 8ാം ക്ലാസ്സിലല്ലേ. അപ്പോൾ ഈ അച്ഛന്മാരും അവരുടെ വേഷവും അവർക്ക് വൈദികർക്കൊക്കെ ആ ഒരു കാലത്ത് ഇപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, സമൂഹത്തിലൊക്കെ പൊതുവെ ഒരു പ്രത്യേക ഒരു ബഹുമാനവും ആദരവും, പിന്നെ നല്ല വെള്ള ഡ്രസ്സ് എല്ലാവരും നോക്കും, നല്ല ഫുഡൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ ചെറുപ്പത്തിൽ പിന്നെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ഇങ്ങനെ ചെറുപ്പം മുതൽ കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ ഈ പുരോഹിതന്മാർ ഉള്ള ഫാമിലി. അപ്പോൾ അങ്ങനെയുള്ള ഫാമിലിയിൽ കുറേ നാളുകളായിട്ട് പുരോഹിതന്മാരില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ എനിക്കെന്തോ ഒരു പ്രത്യേക താല്പര്യം. പള്ളി അച്ഛന്മാർ, ബിഷപ്സിനൊന്നും അധികം കാണാനൊന്നുമില്ല അന്ന്. ഇന്നിപ്പം ബിഷപ്സൊക്കെ വളരെ കൂടുതലായിട്ടുണ്ട്. പിന്നെ പള്ളിയിൽ എല്ലാവർക്കും പോകാവുന്നൊരു സ്ഥലമുണ്ടല്ലോ, എത്തിപ്പെടാം. എല്ലാവർക്കും കയറാൻ പറ്റാത്ത സ്ഥലമാണ് മധുബഹ. അപ്പോൾ അവിടെ കയറണം, അവിടെ മറ്റുള്ളവരൊക്കെ അച്ഛന്മാരൊക്കെ ചെയ്യുന്നത് മനസ്സിൽ ചെറിയ ആഗ്രഹം. അങ്ങനെ എന്നോട് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു വീട്ടിൽ പോയി പറയാൻ പറഞ്ഞു. അങ്ങനെ വീട്ടിലേക്ക് ഓടി. ആ ഒരു സ്പിരിറ്റിൽ വീട്ടിൽ ഓടി. ഫാദറിനോട് അവരാരും സമ്മതിച്ചില്ല. അവർ പറഞ്ഞു ഇറ്റ്സ് ടു ഇയർലി, ടു യങ്, ചിന്തിക്കാനൊക്കെയുള്ള ശേഷി ഉണ്ടായിട്ട് ഇതൊക്കെ ചേർന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ തിരുമേനി വാസ് സോ അഡമന്റ്. അങ്ങനെ നമ്മൾ കുപ്പായമൊക്കെ വാങ്ങിച്ചു. ആഫ്റ്റർ പിറ്റേ ദിവസം തന്നെ വന്നു. പ്രിപ്പറേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അന്നൊക്കെ ഇതിനുള്ള പ്രിപ്പറേഷൻ, അത് കേസൊക്കെ ഒത്തിരിയുള്ള സമയം. അപ്പം നേരത്തെ അനൗൺസ് ചെയ്ത് ചെയ്യാൻ ഒക്കത്തില്ല. നേരത്തെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കേസായി, സ്റ്റേ ആയി, ഇഞ്ചക്ഷനായി. അതുകൊണ്ട് അങ്ങനെ അതൊരു 23rd മാർച്ചായിരുന്നു. അങ്ങനെ 25th മാർച്ചിൽ 1974 മഞ്ഞനിക്കര വെച്ച്. അങ്ങനെയാണ് ആ ഫോട്ടോയാണ് കാണുന്നത്, ആ കാണുന്ന ഫോട്ടോ. അപ്പോൾ അങ്ങനെ ഇതായി. അതിനുശേഷം പിന്നെ വല്ലാത്ത ഏറ്റവും വലിയ ചാലഞ്ച് ഞാൻ ഫേസ് ചെയ്തത് സ്കൂളിൽ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകണമെന്ന് പറഞ്ഞു. ദാറ്റ് വാസ് ദ ബിഗ്ഗസ്റ്റ് ചാലഞ്ച്. അപ്പോൾ എനിക്ക് അന്നേരം അറിയത്തില്ലായിരുന്നു കുട്ടികളെ എങ്ങനെ റിയാക്ട് ചെയ്യും. എന്നാലും കുറച്ചൊക്കെ വിവരമുണ്ട്. 8ാം ക്ലാസ് ആയില്ലേ. ഇന്നത്തെ 8ാം ക്ലാസ് അല്ല, അന്നത്തെ 8ാം ക്ലാസ്സിലെ സ്റ്റുഡൻസ്. ഒത്തിരി മാറ്റം വന്നുപോയി. അപ്പം നമുക്ക് വലിയ കാര്യവിവരമൊന്നും ഉള്ളൊരു സമയമാണ്.
സ്കൂളിൽ ചെന്നപ്പോൾ പിള്ളേർക്കെല്ലാം കൗതുകമായി. ഈ ഫാൻസി ഡ്രസ്സൊക്കെ ചെയ്യുമല്ലോ, ഈ അച്ഛന്മാരുടെ വേഷവും സിസ്റ്റേഴ്സിൻ്റെ വേഷമൊക്കെ. ഒരു പരിധി അന്ന് പരസ്യങ്ങളൊന്നുമില്ല, ആയതൊന്നും ആർക്കും അറിയത്തില്ല. പെട്ടെന്ന് കിട്ടു വന്നപ്പോൾ അവരോടത്ത് പോവാം. അപ്പോൾ കളിയാക്കാൻ തുടങ്ങി. ഫാൻസി ഡ്രസ് ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നു. അപ്പം തലയിൽ ഇച്ചിരി തൊപ്പിയൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്ത് റിങ്ങ് കളിക്കാനൊക്കെ തുടങ്ങി. കുറച്ച് നേരം കരഞ്ഞു, അല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും മഹാരാജാസ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയപ്പോഴത്തേക്ക് സെയിം വിഷയം ഉണ്ടായിരുന്നു. അവിടെ പിന്നെ കോളേജായതിൻ്റെ പ്രശ്നമില്ലായിരുന്നു. എന്നാലും യാത്രകൾക്കൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അവിടെയും തിരുമേനി വളരെ പർട്ടിക്കുലറാണ്, ഷുഡ് വെയർ ദി ഡ്രസ്സിട്ട് പോകാവുള്ളൂ എന്നുള്ളത്. അങ്ങനെയുള്ളൊരു കോളേജ് കാലം, സ്കൂൾ ബാല്യം, യൂത്ത്, യൗവനം, അതെല്ലാം ഒരു പ്രത്യേക ഫ്രെയിമിലാണ് നമ്മൾ മുന്നോട്ട് പോയത്. ഈസി ആയിരുന്നില്ല, പക്ഷേ ഈ ഇട്ടിരിക്കുന്ന ഡ്രസ്സിനോടും ആ ഒരു വൊക്കേഷനോടുമുള്ള ഒരു കമ്മിറ്റ്മെൻറ്റും, അത് സമൂഹം പ്രതീക്ഷിക്കുന്ന നിലകളിൽ പോയില്ലെങ്കിൽ അത് അപമാനമാണല്ലോ എന്നുള്ളതുകൊണ്ടൊക്കെയുള്ള ബാല്യത്തിൻ്റെയും യൗവനത്തിൻ്റെയും എല്ലാം വികാരങ്ങളൊക്കെ ഒതുക്കി അങ്ങനെ മുന്നോട്ട് പോയി. 84 പിന്നെ വൈദികനാവുന്നത്. 10 വർഷം കഴിഞ്ഞപ്പോൾ. അത് വളരെ യങ്ങാണ് അന്നേരം, അപ്പോൾ 23 വയസ്സൊക്കെ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ഈ പുരോഹിതന്മാർക്ക് ഓപ്ഷനുണ്ട്. യു കുഡ് ചൂസ് ബീയിങ് എ സെലിബ്രേറ്റ് പ്രീസ്റ്റ് ഓർ എ മാരീഡ് പ്രീസ്റ്റ്. അപ്പോൾ അത് വന്നപ്പോഴത്തേക്ക് അതൊരു വലിയ ചലഞ്ചായിരുന്നു. ഈ സെലിബ്രേറ്റ് ആവണോ മാരീഡ് പ്രീസ്റ്റ് ആവണോ എന്നുള്ളത്. അത് വന്നപ്പോഴായി ഞാൻ കുറേ സമയം ചോദിച്ചു, എനിക്ക് കുറച്ച് സമയം വേണം. അപ്പം തിരുമേനി അതിന് നിർബന്ധിച്ചു. 82 ഞാൻ അന്നേരം മഹാരാജാസ് കോളേജിൽ എക്കണോമിക്സിൽ സെക്കൻഡ് ഇയർ പഠിക്കുക. 1982 സഖാബാവ ആദ്യം വന്നപ്പോൾ. അപ്പോൾ തിരുമേനിക്കൊരാഗ്രഹം, എന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും റമ്പാച്ചനാകണം. അത് വലിയൊരു ചലഞ്ചായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി നോ പറയാൻ പറ്റത്തില്ല, വലിയ കർക്കശക്കാരനാണ്. അപ്പോൾ അന്നേരം കുറച്ചുകൂടെ വിവരം വെച്ചല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, തിരുമേനി അത് എനിക്ക് പഠിക്കണം, പഠിത്തം കഴിഞ്ഞിട്ട് മതി, ഐ നീഡ് ടു തിങ്ക് അബൌട്ട് ഇറ്റ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അന്നേരം വഴക്കുണ്ടാക്കി. ഞാനത് ഇത്ര കൂട്ടാക്കിയില്ല. പക്ഷേ ഒരു 2 വർഷമോടെ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ മാരേജ് പ്രപ്പോസൽസ് വരും. അങ്ങനെ വന്നപ്പോൾ ഐ ഹാവ് ടു ടേക്ക് എ ഡിസിഷൻ. അതിലൊരു പ്രപ്പോസൽ വന്നത്, ഇത് ആരോടും ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല, നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ഫാമിലിയിലെ ഒരു പ്രപ്പോസൽ വന്നു. അപ്പോൾ പേരൻസ് അതെല്ലാം അങ്ങ് ഉറപ്പിച്ചു. അപ്പോൾ അത് വന്നപ്പോഴത്തേക്ക് എനിക്ക് ഈ ക്ലാഷ് കിടപ്പുണ്ട്. അപ്പം എൻ്റെ ഗ്രാൻഡ് ഫാദറിനെ ഒരു സെലിബ്രേറ്റ് പ്രീസ്റ്റാക്കാനാണ് പരിമല തിരുമേനി ആഗ്രഹിച്ചത്. അത് നടന്നില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. പിന്നെ നമ്മൾ ഒത്തിരി പ്രാർത്ഥിച്ചൊരുങ്ങി അങ്ങനെ ഒരു തീരുമാനമെടുത്തു, ഒരു സെലിബ്രേറ്റ് പ്രീസ്റ്റ്. പക്ഷേ അതും വളരെ യങ് ഏജിലായതുകൊണ്ട് അന്നത്തെ തിരുമേനി അതിന് എതിരായിരുന്നു. ആദ്യം 2 വർഷം മുമ്പ് എന്നോട് പറഞ്ഞു, ഇപ്പോൾ അവിടെ നിന്ന് പറഞ്ഞ ആൾ, ഞാൻ ഈ ഡിസിഷൻ എത്തി വന്നപ്പോഴത്തേക്ക് വാസ് ടോട്ടലി അഗൻസ്റ്റ്. എനിക്കത് മനസ്സിലായില്ല. പിന്നെ എനിക്ക് തോന്നി എന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ പിന്നെ ദെൻ ഈ റിയലൈസ്ഡ് അങ്ങനെ ഒരു ഡിസിഷനിലേക്ക് വന്നു. അങ്ങനെയാണ് വളരെ പ്രയാസകരമേറിയ ഡിസിഷൻ എടുക്കുന്നതും. പിന്നെ പുറകോട്ട് തിരിഞ്ഞ് നോക്കിയിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ പഠിത്തം കഴിഞ്ഞ് പിന്നെ അച്ഛനായി. അതിനുശേഷം ബാംഗ്ലൂർ പള്ളിയിൽ ആദ്യത്തെ അസൈൻമെൻറ്റ് അവിടെ ആയിരുന്നു. അവിടെ പിന്നെ പള്ളി പണിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറേ എൻഗേജ്ഡായി. പിന്നെ പഠിക്കണമെന്ന് തോന്നി വീണ്ടും. അങ്ങനെ പിന്നെ അയർലൻഡിന് പോയി, ഡബ്ലിനിൽ ചെന്നു. അവിടെ രണ്ടാമത്തെ ഗ്രാജുവേഷന് പിന്നെ PG ഒക്കെ അവിടെ ചെയ്തു. വീണ്ടും അമേരിക്കയ്ക്ക് പോയി. ഇംഗ്ലണ്ടിൽ പള്ളി നടത്തി. അവിടെ പള്ളി തുടങ്ങി. അത് കുറേ നാൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അമേരിക്കയിൽ ഇടവകയുടെ ചാർജും പിന്നെ ഡോക്ടർ പ്രോഗ്രാമിന് ചേർന്നു. പക്ഷേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അവിടെ ഹോസ്പിറ്റലിൽ ചാപ്ലിൻസി പഠിച്ച് ഹോസ്പിറ്റൽ ചാപ്ലിനായിട്ട് കുറച്ച് നാൾ ജോലി ചെയ്തു. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അമേരിക്കയിലെ 2 ന്യൂയോർക്കിലെ ഒരു ഹോസ്പിറ്റലിലും പിന്നെ കനേറ്റിക്കറ്റിലെ ബ്രിഡ്ജ്പോർട്ട് ഹോസ്പിറ്റലിലും ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലാണ് അവിടെ ചാപ്ലിൻസി ഒഫീഷ്യൽ ഗവൺമെൻറ്റിൻ്റെ ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ കോഴ്സാണ് പാസ്സായത്. അങ്ങനെ ചാപ്ലിനായിട്ട് ജോലി വളരെ ഇഷ്ടമുള്ള ജോലിയായിരുന്നു. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ബിഷപ്പ് ആവാനുള്ള കോള് 94 വരുന്നത്. എല്ലാം 10 വർഷത്തിനിടയ്ക്കാണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ പിന്നെ വന്ന് ഇവിടുത്തെ ഡയസിസിൻ്റെ
ചാർജിലാണ് അന്ന് മുതൽ. പിന്നെ ചർച്ചിൻ്റെ ജനറലായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി, പിന്നെ അറിയാമല്ലോ സഭയുടെ കാര്യങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അതെല്ലാം ചെറുപ്പം മുതലേ ഈ കലഹങ്ങളും വഴക്കും കേസും അറസ്റ്റും പോലീസ് സ്റ്റേഷനും ലോക്കപ്പും ആളുകൾ ആരാധനാലയത്തിലിങ്ങനെ പോലീസ് സാന്നിധ്യം, വിശ്വാസികളെ പരിക്ക് പറ്റുന്നു, മരണം സംഭവിക്കുന്നു. അങ്ങനെ വളരെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു ആ ജേണി. ശരിക്കും അതിപ്പോഴും ഒരു പരിധിവരെ അങ്ങനെ തന്നെയൊക്കെ അത്രയും ഇല്ലെങ്കിൽ കൂടിയും വേറൊരു രൂപത്തിൽ അത് നിലനിൽക്കുന്നതിലുള്ള ഒത്തിരി ഫ്രസ്ട്രേഷനും പ്രയാസവും വേദനയും ഒക്കെ ഉണ്ട്. ജേണി ഈസ് നോട്ട് ഈസി, സ്റ്റിൽ ഗോയിങ് ഓൺ. പറഞ്ഞ ഒരു ചലഞ്ചിങ് ടൈംസ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുകയാണെന്നുള്ള രീതിയിൽ പറയാം. പക്ഷെ ഇപ്പം റീസെൻ്റ്ലി സുപ്രീം കോടതിയുടെ വിധിയെല്ലാം കുറച്ചൊരു അനുകൂലമായി വരുന്നതായിട്ട് തോന്നുന്നുണ്ടോ? നിശ്ചയമായിട്ടും. കാരണം ഈ 2017 അരുൺ മിശ്രയുടെ വിധി വന്നതിന് ശേഷം അദ്ദേഹം തന്നെ വീണ്ടും 1-2 ജഡ്ജ്മെൻറ്റ് പുറപ്പെടുവിച്ചു. അതിൽ വളരെ പ്രയാസകരമായ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത്, എൻ്റെ ജഡ്ജ്മെൻറ്റ് 100% എല്ലായിടത്തും നടപ്പാക്കിയിരിക്കണം. എൻ്റെ ജഡ്ജ്മെൻറ്റിനെ ആരും ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ചീഫ് സെക്രട്ടറിയൊക്കെ വിളിച്ചു വരുത്തുകയും ജയിലിലടയ്ക്കുമെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്ന ഓപ്പൺ കമൻസൊക്കെ ഉണ്ടായി. അപ്പം അത് ജുഡീഷ്യറിയോട് തന്നെ നമുക്കൊരു വിദ്വേഷം തോന്നുന്ന രീതിയിലുള്ള ഒരു ജഡ്ജ്മെൻറ്റ്സ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ. യഥാർത്ഥത്തിൽ ഒരു പള്ളി, ആ പള്ളിയിൽ ഒരു വ്യക്തിയാണ് കേസിന് പോയത്. അൺഫോർച്ചുനേറ്റ്ലി പോയ ആൾ ഞങ്ങളുടെ ആളാണ്, നമ്മളുടെ സഭയപ്പെട്ട ആളാണ്, കോലഞ്ചേരി പള്ളിയിൽ. അദ്ദേഹം കേസിന് പോകുമ്പം ആ പള്ളിയിൽ 2 വിഭാഗത്തിനും ആരാധന നടക്കുന്നുണ്ട്. നമ്മളവിടെ മെജോറിറ്റി, അവരും നല്ല സ്ട്രെങ്ത് ഉണ്ട് അവിടെ. അപ്പോൾ ആ കോടതി കേസ് വന്നപ്പോൾ സമാനമായിട്ട് 2 പള്ളികളോട് വന്നു. അപ്പോൾ വിച്ച് മീൻസ് 3 പള്ളികളാണ് ആ കേസിലുള്ളത്. ഈ 3 പള്ളികളെ മാത്രമേ കോടതി കേട്ടിട്ടുള്ളൂ. 3 പള്ളികളുടെ വിസ്തരിച്ചിട്ടുള്ളൂ ആർഗ്യുമെൻറ്റ്സും കൗണ്ടർ ആർഗ്യുമെൻറ്റ്സും അഫിഡവിറ്റ്സും ഒക്കെ. എന്നിട്ട് ഇദ്ദേഹം, ഈ ബഹുമാന്യനായ ജസ്റ്റിസ്, ഇറ്റ്സ് എ ഡിവിഷൻ ബെഞ്ച്, 2 ബെഞ്ചാണ്, അദ്ദേഹം 1064 പള്ളികൾക്കും ഈ വിധി ബാധകമാണെന്ന് പറഞ്ഞ് അദ്ദേഹം വിധി എഴുതി. അതാണൊരു ട്രാജഡി ആയത്. അങ്ങനെ വന്നത് കൂടാണ്ട് ഞങ്ങൾ ഒരു സംവിധാനം ഉണ്ടല്ലോ, ആ സംവിധാനം പാരലൽ അഡ്മിനിസ്ട്രേഷനായിട്ട് അദ്ദേഹം അതിനെ സ്റ്റാമ്പ് ചെയ്തു. ശരിക്കും പാരലൽ അഡ്മിനിസ്ട്രേഷൻ ഈ സഭയിൽ നിന്നും മാറിപ്പോയി തുടങ്ങുന്നത് 1912 ദേവലോകം കേന്ദ്രമാക്കിയുള്ള സഭയാണ്. അത് ഒരു ചരിത്ര സത്യമാണ്. ഇറ്റ്സ് എ ട്രൂത്ത്. അങ്ങനെ പല സഭകളും പോയിട്ടുണ്ട്. യാക്കോബായ സഭയിൽ നിന്നും, അല്ലെങ്കിൽ യാക്കോബായ സഭ എന്ന് വിളിക്കുന്നു, സിറിയൻ ഓർത്തഡോക്സ് ചർച്ച്, അല്ലെങ്കിൽ മലങ്കര യാക്കോബായ സുറിയാനി സഭ, സുറിയാനി ഓർത്തഡോക്സ് സഭ. അപ്പം അതുപോലെ തന്നെയാണ് ഒരു ഡിവിഷൻ ഉണ്ടാകുന്നതെന്ന്. അപ്പോൾ അന്നേരം ഈ വിധിയിലൂടെ അവർ യഥാർത്ഥ സഭയായിട്ട് അവരെ പ്രൊജക്റ്റ് ചെയ്യുന്നു, ഞങ്ങൾ പാരലൽ അഡ്മിനിസ്ട്രേഷനായിട്ട് വരുന്നു. അങ്ങനെ വന്നപ്പം പാരലൽ അഡ്മിനിസ്ട്രേഷൻ പാടില്ല എന്ന് പറയുമ്പം നമ്മളുടെ പള്ളികളിലെല്ലാം ഈ അഡ്മിനിസ്ട്രേഷനാണ് നടക്കുന്നത്. അഡ്മിനിസ്ട്രേഷൻ സ്പിരിച്വലെല്ലാം നമ്മളുടേതാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ വിധിയുടെ പശ്ചാത്തലത്തിൽ കോടതികൾ പിന്നെ വ്യാഖ്യാനം എങ്ങനെയാണെന്നുള്ളതാണ്. അവർ വ്യാഖ്യാനിക്കുന്നതെല്ലാം ഇതെല്ലാം കവേർഡാണ്. അപ്പോൾ ഹൈക്കോടതിയിലെ എല്ലാ ജഡ്ജസും അവർക്കറിയാം അത് ശരിയല്ല എന്നറിയാം. അപ്പോൾ നമ്മളോർത്ത് ആ 3 പള്ളികളിലും ഒതുങ്ങിപ്പൊക്കോളൂ എന്ന് ഓർത്തു. പക്ഷേ അവർ 3 പള്ളിയിൽ നിന്നില്ല. അത് പിന്നെ വ്യാപകമായിട്ട് എല്ലാ പള്ളികളും പിടിച്ചെടുക്കുക എന്നുള്ള ഒരു രീതിയായി. അതിന് ഹൈക്കോടതിയുടെ പോലീസ് പ്രൊട്ടക്ഷൻ ഓർഡർ വരുമ്പം ഗവൺമെൻറ്റിൻ്റെ പരിമിതികൾ ഒരു വശത്തൂടെ, ഗവൺമെൻറ് പലതും മനസ്സോടെ ചെയ്തു. പക്ഷേ അന്നേരം ഇതിനൊരു പരിഹാരമുണ്ടാവുന്നതിന് വേണ്ടിയുള്ള ശ്രമം ആ സമയങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇതര സഭകളും സമുദായങ്ങളും ഒക്കെ ഇതിൽ ഇടപെട്ടെങ്കിലും അവർ കോടതി വിധി നടപ്പാക്കണമെന്നുള്ള ശക്തമായ നിലപാടിൽ തന്നെ മുന്നോട്ട് പോയി. അങ്ങനെയാണ് ഏകദേശം 2017 ശേഷം 60ഓളം പള്ളികൾ നമുക്ക് നഷ്ടപ്പെട്ടു. എൻ്റെ ഇടവപ്പള്ളിയും നഷ്ടപ്പെട്ടു. ഇടവപ്പള്ളി എന്ന് പറയുന്നത് ഒത്തിരി ചരിത്രമുള്ള പള്ളിയാണ്. അവിടെയാണ് പക്ഷേ 150 വർഷം മുമ്പ്
പത്രികിസ്വ വന്നു, സുനോദോസ് കൂടുകയും സഭയിലൊരു ഡെമോക്രാറ്റിക് സിസ്റ്റം ഉണ്ടാക്കുന്നതും. അന്നൊക്കെ നേരത്തെയൊക്കെ അതിന് മുമ്പ് വരെ ഒരു മെത്രാപ്പൊലിത്ത ആയിരുന്നു ഈ മൊത്തത്തിലുള്ള ഭരണം, മലങ്കര മെത്രാപ്പൊലിത്ത അല്ലെങ്കിൽ മർത്തോമ. അപ്പോൾ അത് മാറ്റിയിട്ട് ഡയസിസായിട്ട് ഫോം ചെയ്തു, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി. കോൺസ്റ്റിറ്റ്യൂഷൻ മീൻസ് റൂൾസ് ആൻഡ് എങ്ങനെ സഭകൾ എങ്ങനെയായിരിക്കണം, ഭദ്രാസനം എങ്ങനെയായിരിക്കണം, ഇടവകൾ എങ്ങനെയായിരിക്കണം, അങ്ങനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അവിടെ വെച്ചാണ് ബിഷപ്സിന് 6 ബിഷപ്സിനെ വാഴിക്കുക. അതിലൊന്നാണ് ഈ പരിമല തിരുമേനി. ആ ഒരു ഡിസിഷനിൽ വാഴിക്കപ്പെടുന്നത്. അപ്പോൾ ആ പള്ളി അവിടെ ഏകദേശം 3000-ഓളം ഫാമിലിയുണ്ട്, കുടുംബം. വളരെ പുരാതനമായ ചർച്ചാണ്. അവിടെയാണ് 2-3 പിതാക്കന്മാർ, ഷീമയിൽ നിന്നുള്ള പിതാക്കന്മാർ കബറടങ്ങിയിരിക്കുന്ന ദേവാലയമൊക്കെയാണ്. അവിടെ ഒരു മൈനോറിറ്റി മാത്രമേ അവരുള്ളൂ. ഒരു ലെസ് ദാൻ 300-200 ഫാമിലീസാണ് അന്നുണ്ടായിരുന്നത്. ഇപ്പം കുറച്ചുകൂടെ നമ്പർ കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം അത് ഒരു 10 വർഷം ഇടയ്ക്ക് പൂട്ടിയായിരുന്ന പള്ളി. ആ പൂട്ടി കിടന്നപ്പം ഹൈക്കോടതിയിൽ ഇടപെടലുണ്ടായി. അന്ന് ഒരു സ്കീം സൂട്ട് വരികയും അതിൽ ഹൈക്കോടതി നേരിട്ട് ഇടപെട്ട് റഫറൻഡം നടത്തി. റഫറൻഡം നടത്തിയപ്പോഴത്തേക്കും 90% ആൾക്കാർ പാത്രികേസ് വിഭാഗവും ഒരു 8% മറുവിഭാഗവുമാണെന്ന് കണ്ടെത്തി. ആ കണ്ടെത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി ഡയറക്ഷൻ ഇട്ടു. അതായത് പള്ളി തുറക്കാനും അഡ്മിനിസ്ട്രേഷൻ മെജോറിറ്റിക്ക് കൊടുക്കാനും 5 സൺഡേ കൂടുമ്പം ഒരു സൺഡേ 24 hours അവർക്ക് കുർബാനയ്ക്ക് കൊടുക്കാനുമായിട്ട് ഉള്ള തീരുമാനം കോടതിയിൽ നിന്നും ഉണ്ടായി, ഡിവിഷൻ ബെഞ്ചിൽ. ആ നിയമം, ആ ഉത്തരവ് കിടക്കുമ്പോഴാണ് അതിനൊന്നും മാനിക്കാതെയും അതിനെ കേൾക്കാതെയുമാണ് ഈ പറയുന്ന വിധിയുടെ പശ്ചാത്തലത്തിൽ ഇങ്ങനെ പള്ളികൾ. ഇപ്പോൾ പുരാതനമായ പല പള്ളികളും കടമറ്റം, കോലഞ്ചേരി, പിറവം, കണ്ടനാട്, മുളന്തുരുത്തി അങ്ങനെയുള്ള പള്ളികളെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു. അതെല്ലാം വളരെ പ്രയാസമുള്ള പക്ഷേ അവിടെയെല്ലാം ഞങ്ങൾ നമുക്ക് ഒരു ആശ്വാസമായത് ജനങ്ങളാരും അതിൽ പതറി മാറിപ്പോയില്ല. അവരുദ്ദേശിച്ചത് അതായിരുന്നു. അവരെ കുറ്റം പറയുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് അവർ ഈ മൃതശരീരം അടക്കാൻ പോലും അവർ തടസ്സം നിന്നു. ആ തടസ്സം നിന്നു. ലിറ്ററലി ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായി. ഒത്തിരി മറ്റു പല പള്ളികളിലും കൊണ്ട് അടക്കേണ്ടതായ സ്ഥിതി വന്നു. വൈദികരെ കയറ്റാണ്ടായി. അപ്പോൾ അങ്ങനെ ഈ കോടതി വിധിയിൽ അതുമുണ്ട്. അതായത് 34 കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിച്ചിട്ടുള്ളവർക്ക് മാത്രമേ അവിടെ കയറാൻ പറ്റുള്ളൂ, സെമിത്തേരിയിലും കയറാൻ പറ്റുള്ളൂ എന്ന് എഴുതി വെച്ചിരിക്കുന്നു. അപ്പോൾ അതൊക്കെ ഒരു വളരെ മെറ്റിക്കുലസ്സായിട്ട് പ്ലാൻ ചെയ്ത് ഒക്കെ ഉള്ള ഒരു സംവിധാനങ്ങളായിരുന്നു അത്. അപ്പോൾ ഈ ഫ്യൂണറൽ ഒരു വലിയൊരു ഇഷ്യൂ ആണല്ലോ. ഒരു ഫ്യൂണറലും ഈ പള്ളിയും സെമിറ്ററിയും ഒരേ കോമ്പൗണ്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു സെൻറ്റിമെൻ്റൽ ഉണ്ട്. അപ്പോൾ ഫ്യൂണറൽ നടക്കാതെ വരുമ്പോൾ അല്ലെങ്കിൽ മെമ്മോറിയൽ സർവീസ് നടത്താതിരിക്കാൻ പറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളിലൊരു ചാഞ്ചല്യം ഉണ്ടാകും. അതൊരു മാർക്കറ്റിംഗായിട്ട് അവർ അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടാകാം എന്ന് വേണം കരുതാനായിട്ട്. കാരണം ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ ഈ നമ്മളുടെ കൈവശമിരിക്കുന്ന പള്ളികൾ അവരുടെ മൈനോറിറ്റീസും ചിലപ്പോൾ ഒക്കെ ഫ്യൂണറൽ തടഞ്ഞിട്ടില്ല. പക്ഷേ അച്ഛന്മാർക്ക് കയറാൻ ചിലപ്പം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം നേരത്തെ ഈ വിധി വരുന്നതിന് മുമ്പുള്ള സാഹചര്യത്തിൽ. അപ്പോൾ അവരതിൻ്റെ എല്ലാം ഒരു റിവെഞ്ച് പോലെ ഈ ഒരു സാഹചര്യമൊക്കെ മുതലാക്കി. പക്ഷേ ഫോർച്ചുനേറ്റ്ലി നമ്മുടെ ആളുകൾ, വിശ്വാസികൾ ഞങ്ങളുടെ കൂടെ തന്നെ നിന്നു എന്നുള്ളതാണ്. നമുക്കിപ്പോൾ ഒരു പരിധി വിട്ടുന്നവരെ ഒന്നിനും നിർബന്ധിക്കാനൊക്കത്തില്ല. ഇറ്റ്സ് ദെയർ ഡിസിഷൻ. അവരുടെ പള്ളി, അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പള്ളി, അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഓണർഷിപ്പ് അവർക്കുണ്ട്. ഡോക്യുമെൻറ്റ്സ് എല്ലാം അവരുടെ പേരിലാണ്. നമ്മൾക്ക് ഇടവക പള്ളികളുടെ കാര്യം നമുക്ക് പ്രത്യേകിച്ച് അധികാരങ്ങളൊന്നുമില്ല. നമ്മളെന്തെങ്കിലുമൊക്കെ പറഞ്ഞവർ കേൾക്കും. അത് മാനേജ് ചെയ്യുന്നതും ഓൺ ചെയ്യുന്നതും അഡ്മിനിസ്ട്രേഷനും എല്ലാം ആ പള്ളിയുടെ പൊതുയോഗമാണ്. ഓർത്തഡോക്സ് സഭ അവർ എല്ലാം മലങ്കര മെത്രാപ്പൊലിത്തയുടെ കീഴിലായിരിക്കണം. മലങ്കര മെത്രാപ്പൊലിത്തയാണ് ഓണർഷിപ്പ്. അവർക്ക് അങ്ങനെ ചടങ്ങുണ്ട്. പള്ളിയെല്ലാം ഈ പാവങ്ങൾ പള്ളിയെല്ലാം പണിത് എല്ലാം കഴിഞ്ഞ് കൂതാശയെല്ലാം കഴിയുമ്പോഴത്തേക്ക് താക്കോലൊരു കൂട്ടിലാക്കിയിട്ട് മെത്രാപ്പൊലിത്തയ്ക്ക് കൊണ്ട് കൊടുക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രതിനിധി മെത്രാനും കൊണ്ട് കൊടുക്കും. ആസ് എ സൈൻ ഓഫ് അത് അവരുടെ ഓണർഷിപ്പ് കൈമാറുന്ന രീതിയാണ്. ഞങ്ങൾ നേരെ തിരിച്ചാണ്. ഞങ്ങൾ ഓണർഷിപ്പ് ഫുള്ളായിട്ട് ജനങ്ങൾക്ക് തന്നെയാണ്. അവർ പണിത പള്ളിക്കാരുടെ പള്ളി. അവിടെ എപ്പിസ്കോപ്പസിയിൽ
നമ്മളുടെ ഒരു ഡെലിഗേഷനായിട്ട് ഒരു വൈദികൻ ഉണ്ടാവും അവിടെ ആസ് എ ഡെലിഗേറ്റ് റെപ്രസെൻറ്റിങ് ദ ബിഷപ്പ്. അദ്ദേഹം സ്പിരിച്വൽ മാറ്റേഴ്സും അഡ്മിനിസ്ട്രേഷൻ മാറ്റേഴ്സിൽ കൊടുക്കുന്ന അധികാരം വെച്ചിട്ടുള്ള ഒരു ലീഡ് ചെയ്യുന്ന ഒരു ഇത് മാത്രമേ ഉള്ളൂ. മറിച്ച് ഈ അവരുടെ ഈ ഓർത്തഡോക്സ് സഭ 34 കോൺസ്റ്റിറ്റ്യൂഷൻ 1934 കൊണ്ടുവന്നതിന് ശേഷമുള്ള സംവിധാനം എന്ന് പറയുന്നത് അവരുടെ അസോസിയേഷനാണ്. അസോസിയേഷനിൽ ഒരിക്കൽ നമ്മൾക്ക് അതിൽ പോകേണ്ടതായ സാഹചര്യം വന്ന് യോജിപ്പിൻ്റെ സമയത്ത് വിച്ച് ഈസ് 1958 അതിലൊരു കോടതി വിധി അവർക്ക് അനുകൂലമായിട്ട് കിട്ടി. അന്നത്തെ ലീഡർഷിപ്പ് യഥാർത്ഥത്തിൽ അന്നത്തെ കേസിലൊന്നും പള്ളികളൊന്നും കക്ഷികളല്ല, പ്രോപ്പർട്ടിയും സഭാ സംവിധാനങ്ങളുമാണ്. പക്ഷേ എന്നിരുന്നാലും എന്തോ വലിയ തുകയൊക്കെ പിഴയൊക്കെ അടയ്ക്കേണ്ട വന്നു. അപ്പോൾ അന്നേരം അന്നത്തെ ലീഡർഷിപ്പ് ഒരു യോജിപ്പിന് വേണ്ടി ശ്രമിച്ചു. അവരതിനു വേണ്ടി മുന്നോട്ട് വന്നു. അങ്ങനെ യോജിപ്പുണ്ടായി. പക്ഷേ പ്രോപ്പറായിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റേഷനോ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങൊന്നും ഉണ്ടായിരുന്നില്ല. അത് ചെന്ന് നിൽക്കുന്നത് മലങ്കര അസോസിയേഷനിലേക്കാണ്. അപ്പോൾ ആ അസോസിയേഷൻ നമ്മുടെ പള്ളികളെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യിച്ചു. അതാണ് ലീഗലി ഇവർ പറയുന്ന ഒരു കുരുക്കായിട്ട് പറയുന്നത്. പക്ഷെ അന്ന് ഇത് ചെയ്യുമ്പോൾ അക്സെപ്റ്റ് ചെയ്യുമ്പോഴും അതിൽ പോകുമ്പോഴും പേട്രിയാർക്കാണ് ഹെഡ്. പേട്രിയാർക്ക് സുപ്രീം ഹെഡാണ് ചർച്ചിൻ്റെ. ഈ കോൺസ്റ്റിറ്റ്യൂഷനിലും അങ്ങനെ തന്നെ പറയുന്നുണ്ട്. പേട്രിയാർക്ക് ഈസ് ദി സുപ്രീം ഹെഡ്. ചർച്ച് യൂണിവേഴ്സലാണ്, അതിൻ്റെ ഒരു ഭാഗമാണ് മലങ്കര സഭ എന്നും കൃത്യമായിട്ട് പറയുന്നുണ്ട്. പിന്നെ പേട്രിയാർക്കിൻ്റെ അധികാരം സംബന്ധിച്ചുള്ള ചില ഡെഫിനിഷൻസൊക്കെ അതിൻ്റെ അകത്തുണ്ട്. ആ ഒരു ബേസിലാണ് ഈ പള്ളികളൊക്കെ ചെല്ലുന്നത്. പക്ഷേ ഒരു 10-12 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ പേട്രിയാർക്കും കാതോലിക്കായും സമന്മാരാണ്. പെട്രൈൻ ത്രോൺ എന്നുള്ളതൊരു ട്രഡീഷണൽ ആയിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നിന്നുമാണ് പൗരോഹിത്യം, പ്രീസ്റ്റ്ഹുഡ്, ലേയിങ് ഓഫ് ഹാൻഡ്സ്, എഫിക്കസി, അതിൻ്റെ ഒരു ഉറവിടം അവിടെ നിന്നാണ് നമ്മളുടെ ഒരു പൗരാണികമായ വിശ്വാസം. അത് യഥാർത്ഥത്തിൽ 4th സെഞ്ച്വറിയിലാണ് ഈ സിറിയൻ ചർച്ചിൻ്റെ ട്രഡീഷൻ ഇവിടേക്ക് വരുന്നത്, വിച്ച് ഈസ് ത്രൂ ക്നനായ കമ്മ്യൂണിറ്റി. അവർ ട്രേഡിന് വേണ്ടി വന്നവരാണ്. വന്നപ്പം പ്രീസ്റ്റും ബിഷപ്പും ഒക്കെ ഉണ്ടായിരുന്നാണ് ചരിത്രം പറയുന്നത്. ഒരു ഫ്യൂ ഹൺഡ്രഡ്സ് ഓഫ് ഫാമിലീസാണ് അവിടെ വന്നത്. അവരുടെ സെറ്റിൽ ചെയ്തു, ലോക്കൽസ് ഒക്കെ ആയിട്ട് കല്യാണമൊക്കെ ആയി. അങ്ങനെ അവരിൽ നിന്നുമാണ് ഈ ശരിക്കുള്ള ഈ സിറിയൻ ചർച്ചിൻ്റെ ട്രഡീഷൻ, ആരാധന, പാരമ്പര്യങ്ങൾ എല്ലാം കിട്ടുന്നത്. അങ്ങനെയാണ് ഞാനിവിടെ പറഞ്ഞു വന്ന് ഇച്ചിരി വൈഡായിട്ട് പറഞ്ഞു പോയെന്ന് തോന്നുന്നു. നമ്മൾ ഇപ്പോഴത്തെ ഒരു ചേഞ്ച് വരുന്നുണ്ടോ എന്നുള്ളൊരു സുപ്രീം കോടതി ഇപ്പം കോടതി ഒന്നായിരുന്നു. അപ്പം ഈ 2017 വേർഡിക്റ്റിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് അത് കോടതിയെ ബോധ്യപ്പെടുത്താൻ പല പ്രാവശ്യം ശ്രമിച്ചെങ്കിലും ഈ ജഡ്ജസ് ഇതിനൊരു പരിധിയുണ്ട്. ജഡ്ജസ് പവറിലിരിക്കുന്നിടത്തോളം കാലം ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. ആരും തിരിച്ച് ഒരു വിധി പറയത്തില്ല. 2 ബെഞ്ച് ജഡ്ജിൻ്റെ ഒരു മാറ്റി എഴുതണമെങ്കിൽ കുറച്ച് ലാർജർ ബെഞ്ച് വേണം. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം ഏറ്റവും ഒടുവിൽ ഈ കേസ് വന്നപ്പം നമ്മൾക്ക് ഈ വിധി ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് എന്താണെന്നുള്ളത് ബോധ്യപ്പെടുത്താൻ പറ്റി കോടതി. അത് നന്നായിട്ട് ലിസൺ ചെയ്തു കോടതി. നമ്മളെ വിഷ്വൽസൊക്കെ കാണിച്ചു കൊടുത്തു. പള്ളി എന്താണ്, സഭ എന്താണ്, പള്ളി ആരുടെയാണ്, അവിടുത്തെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ്, ഈ ഡേറ്റ എത്ര പെർസെൻറ്റേജാണ്. അപ്പം കോടതിക്ക് ബോധ്യം വന്നു. ഏതാനും പേർക്ക് വേണ്ടിയിട്ട് വലിയ വിഭാഗത്തെ പുറത്താക്കി അവരെ കയറ്റുന്നതിൽ ഒരു നീതികേട് കോടതിക്ക് ബോധ്യം വന്നു. പക്ഷേ ഈ വിധി തിരുത്തി എഴുതാൻ ഇവർക്ക് ചിലരുടെ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ അവർ ചില ഡയറക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് പ്രജുഡീസ്ഡ് അല്ലാണ്ട്, പ്രജുഡീസ്ഡ് ആവാതെ, മുൻവിധികളോടുകൂടി അല്ലാതെ ഈ കുറേ പോയിൻറ്റ്സ് പറഞ്ഞിരിക്കുന്നത് വെച്ചിട്ട് ഹൈക്കോടതിയിൽ കേസ് കേൾക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ട് പള്ളികളിൽ ആരാധന സംവിധാനങ്ങൾക്ക് കൊടുക്കുന്നത് ശരിയായ നടപടിയല്ല എന്നുള്ള ഒബ്സർവേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇനി അങ്ങനെയുള്ള ഒരു പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി പള്ളികൾ ബലമായിട്ട് പിടിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു കോടതി നിരീക്ഷണത്തിലൂടെയും വേർഡിക്റ്റിലൂടെ നമുക്ക് മനസ്സിലാവും. പക്ഷേ കേസ് അനന്തമായിട്ട് ഇനിയും നീണ്ടുപോകാനുള്ള സാധ്യതകളുണ്ട്. ഹൈക്കോടതിയിലിപ്പം ഞങ്ങൾക്ക് അനുകൂലമായിട്ടൊന്നും അവർ പോവും, അവർക്ക് അനുകൂലമായിട്ടൊന്നും സ്വാഭാവികമായിട്ടും നമ്മൾ ലാർജർ ബെഞ്ചിലേക്കോ സുപ്രീം കോടതിയിലേക്കോ പോകേണ്ടതായിട്ട് വരും. അപ്പം ലിറ്റിഗേഷൻ ഒരു നെവർ എൻഡിങ് ആയിട്ട് എപ്പോഴും നിൽക്കുന്നത് നമ്മളങ്ങനെ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ കൂടിയും. പക്ഷെ ബാത്തിറിന് ഇപ്പം ദേവലോകത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നല്ലോ, അതായത് യാക്കോബ സഭയാണ് ഒരു സഭേനെ പിളർക്കാൻ നോക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്? അവരിപ്പോഴും ആ ഒരു സ്റ്റാൻഡാണ്, അതായത് നമ്മൾ
യാക്കോബ സഭയാണ് ഈ സഭയെ പിളർത്തി 2 രീതിയിലാക്കി നശിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു. അല്ല, അത് അദ്ദേഹം എന്തുകൊണ്ട് അങ്ങനെ പറയുന്നുള്ളത് ഇവിടെ കേരളത്തിലുള്ള എല്ലാ മനുഷ്യർക്കും മനസ്സിലായി ആരാണ് പിളർത്തിയതെന്നുള്ളതും എങ്ങനെയാണ് ഓർത്തഡോക്സ് സഭ ഉണ്ടായതെന്നുള്ളതും നമ്മൾ ആ ഒറിജിനൽ ചർച്ചിൻ്റെ ആ ഒരു ഫെയ്ത്ത് സിസ്റ്റത്തിൽ തന്നെ നിലനിൽക്കുകയാണ്. അപ്പം പിളർത്തിയത് യാക്കോബായ സഭ എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. പിളരാനുണ്ടായ സാഹചര്യങ്ങളാണ് നോക്കേണ്ടത്. ആ സാഹചര്യങ്ങൾ അതുപോലെ വിശ്വാസപരമായ കാര്യങ്ങളിലുള്ള അവർ അകന്നു പോയതുകൊണ്ടാണ് വീണ്ടും പിളർപ്പുണ്ടായത്. അത് യാഥാർത്ഥ്യബോധത്തോടുകൂടി ആണ് സംസാരിക്കുന്നതെങ്കിൽ അങ്ങനെ പറയാനായിട്ട് സാധിക്കുകയില്ല. അത് അൺഫോർച്ചുനേറ്റ് അങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷേ 2017 വിധി വന്നപ്പോഴും പാത്രിക്കീസ് ബാവ ആണ് ആദ്യം ഒരു മെട്രോപൊളിറ്റൻ കമ്മിറ്റിയൊക്കെ വെച്ച് അവരോട് ചർച്ചയ്ക്ക് തയ്യാറായിരുന്നു. ആ സമയത്ത് അവർ ചർച്ചയ്ക്ക് വന്നിരുന്നെങ്കിൽ ഈ പള്ളി പിടിക്കുന്നതിന് പകരം ഞങ്ങൾ പരാജയപ്പെട്ടിരിക്കുകയാണല്ലോ കോടതിയുടെ മുമ്പിൽ വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേങ്കിൽ ഇറ്റ് ഹാവ് ബീൻ എ ഡിഫറൻറ്റ് സിനാറിയോ. അന്ന് അവർ ചെയ്തില്ല. അപ്പോൾ ആ ഒരു ഒക്കേഷനിൽ അത് ചെയ്യാതെ ഈ പള്ളികൾ കൈവശം വയ്ക്കുന്നതിന് വേണ്ടിയാണ് മുന്നിട്ട് നിന്നു. ഇപ്പോഴും അത് തന്നെ തുടരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സമാധാനം യോജിപ്പെന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷേ അതിൽ എത്രമാത്രം ആത്മാർത്ഥതയുണ്ട് എന്നുള്ളത് ജനങ്ങൾക്ക് സംശയമുണ്ട്. അതാണ് അതിൻ്റെ അകത്തുള്ളൊരു പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ അവരോട് പറയുന്നൊരു കാര്യം, നമുക്ക് ഈ വ്യവഹാരങ്ങൾ അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ ഒന്ന് ഫ്രീസ് ചെയ്യാം, നമുക്ക് ചർച്ച ചെയ്യാം, നേരിട്ട് വേണേൽ ചർച്ച ചെയ്യാം, അല്ലെങ്കിൽ ഗവൺമെൻറ്റുകളുണ്ട്, സെൻട്രൽ ഗവൺമെൻറ്റുണ്ട്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റുണ്ട്, അല്ലെങ്കിൽ മറ്റ് ഇതര സമുദായങ്ങളോ അല്ലെങ്കിൽ ഇതര സഭാ ഹെഡ്സ് ചർച്ച ചെയ്തൊരു പരിഹാരം നമുക്ക് ഉണ്ടാക്കാം. ലെറ്റ് us ഡയലോഗ്. അങ്ങനെ ഡയലോഗ് നടത്തി ഒരു 2 സഭകൾ എന്നുള്ള നിലയിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കുറച്ചു കാലം മുന്നോട്ട് പോകുമ്പം യോജിപ്പെന്ന് പറയേണ്ട ആവശ്യമില്ല. അത് അല്ലാതെ സ്വാഭാവികമായിട്ടും കുറേ കഴിയുമ്പം സഭകൾക്ക് തമ്മിൽ വ്യത്യാസമില്ലാതെ വരുന്നൊരു കാലം വരും. അങ്ങനെ ഒരു കാലത്തിലേക്ക് നാച്ചുറൽ വേയിൽ പോകണമെന്നുള്ളതാണ് നമ്മൾ. അപ്പോൾ 2 കൂട്ടരുടെയും വിശ്വാസങ്ങൾക്ക് സംഹിതകൾക്ക് പ്രശ്നം വരുന്നില്ല. അവരുടെ സ്വാതന്ത്ര്യം അവർക്ക് സംരക്ഷിക്കാം. സ്വതന്ത്ര സഭയാണ്, അടിമത്വം വേണ്ടെന്നൊക്കെ അവർ പറയണത്. ഇവിടെ ആരും ഉടമയൊന്നുമില്ല. നമ്മളെല്ലാം ദൈവത്തിൽ വിശ്വസിച്ച് ആശ്രയിച്ച് പോകുന്നവരാണ്. പിന്നെ എല്ലാം ഹൈറാർക്കിക്കൽ ചർച്ചിൻ്റെ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സൽ ചർച്ചിൻ്റെ, ഓർത്തഡോക്സ് ചർച്ചിൻ്റെ ചില ഹൈറാർക്കിക്കൽ ഓർഡേഴ്സുണ്ട്, ചില വിശ്വാസപരമായ ചില കാര്യങ്ങൾ. അത് വിട്ടുവീഴ്ച ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറല്ല, അത്രയേ ഉള്ളൂ അതിൻ്റെ അകത്ത്. അപ്പോൾ അതിന് വരുന്ന ബുദ്ധിമുട്ടുകൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കുക എന്നുള്ളതല്ലാണ്ട് അവർ വേണ്ടിയിട്ട് വഴക്കിനും ഫൈറ്റിനൊന്നും പോകാൻ ഉദ്ദേശിക്കുന്നൊന്നുമില്ല. ജനങ്ങൾക്ക് അവരുടെ പള്ളിയാണ്. അവരൊരു സ്റ്റാൻഡ് എടുക്കുമ്പോൾ അവരെ നമുക്ക് അവരുടെ കൂടെ നിൽക്കാനേ ഒക്കത്തുള്ളൂ. ഒരു വിശ്വാസത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടാണല്ലോ ചെയ്യുന്നത്. അവരുടെ കൂടെ നിൽക്കാതെ നമുക്ക് നിവൃത്തിയില്ല. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഈ പള്ളികൾ ഈ ജനങ്ങളൊന്നും പോവാതെ നിൽക്കുന്നതും ഞങ്ങളും ജനത്തിൻ്റെ കൂടെ നിൽക്കുന്നു. ഒരു പീസ്ഫുൾ കോ എക്സിസ്റ്റൻസിനെ കുറിച്ച് ജനങ്ങൾക്ക് പൊതുവെ നല്ല അഭിപ്രായമാണുള്ളത്. അതിലേക്ക് അവർ പെട്ടെന്നൊന്നും വന്നില്ലെങ്കിൽ ഗ്രാജുവലി വരാൻ സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയും ആ ഒരു പ്രത്യാശയുള്ളത്. കാരണം ഇവർ സാധാരണ പറയുന്നത് ഈ ഓർത്തഡോക്സിൻ്റെ ഇത് പറയുന്നത് നമ്മൾ പാത്രിക്കീസ് ബാബേനെയൊക്കെ തിരഞ്ഞെടുക്കുമല്ലോ. അപ്പോൾ അവർ പറയുന്നത് യൂഷ്വലി ദാറ്റ് ഹാപ്പൻസ് അവിടുത്തെ ഡെമസ്കസോ അല്ലെങ്കിൽ നമ്മുടെ പുറത്തുള്ള എന്താ പറയുക തിരുമേനിമാരുടെ കയ്യിൽ നിന്ന് അവരുടെ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നത്. ദാറ്റ് ഡസൻ ഹാപ്പൻ. ലൈക്ക് ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് ഇപ്പം വരെ ഒരാളെ അങ്ങനെ സെലക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അവരതാ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവരെല്ലാം സെക്കൻഡ് ക്ലാസ് ഒരു സിറ്റിസൺ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നതെന്നാണ് ഇവരുടെ പറയുന്നത്. ബേസിക്കലി അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് അതാണ്. അപ്പോൾ അതിലെന്തെങ്കിലും ഒരു ട്രൂത്ത് ഉണ്ടോ? അതിൽ വലിയ അർത്ഥമൊന്നുമില്ല. കാരണം കാത്തോലിക്കേറ്റ് സ്ഥാപിക്കുന്നതും മലങ്കരയിലെ ചർച്ചിൻ്റെ ഒരു അഡ്മിനിസ്ട്രേഷൻ സംവിധാനം ഉണ്ടാക്കുന്നതും ഇവിടുത്തെ ചർച്ചിന് ഇവിടെ ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഇൻഡിപെൻഡൻസ്, അതൊരു ഓട്ടോണമസ് ഓട്ടോണമസ് നേച്ചറോടുകൂടി കാര്യങ്ങൾ ചെയ്യാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അവിടെ പേട്രിയാർക്കിൻ്റെ അംഗീകാരം വാങ്ങിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, വളരെ മേജറായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രം. അല്ലാത്ത കാര്യങ്ങൾക്കെല്ലാം ഇവിടെ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. 2 ചർച്ചായിട്ട് പോവുക എന്നുള്ളതാണ് ഇതിനൊരു ശാശ്വത പരിഹാരം എന്ന് പറയുന്നത്. അവിടെ ഓറിയൻ്റൽ ഓർത്തഡോക്സ് ചർച്ചസ് ഉണ്ട്, അല്ലെങ്കിൽ പല ക്രിസ്ത്യൻ വിഭാഗങ്ങളുണ്ട്. അപ്പോൾ അവരുമായിട്ടൊക്കെ ഉള്ള ഒരു സൗഹൃദത്തിലും സ്നേഹത്തിലും യോജിച്ച് പ്രവർത്തിക്കാവുന്ന മേഖലകളും പല വ്യത്യാസങ്ങളില്ലാത്തതുകൊണ്ട് ഇപ്പോൾ കത്തോലിക്ക സഭയിൽ പോപ്പിൻ്റെ കീഴിൽ ഇവിടെ തന്നെ 3-4 റീത്തുണ്ട്. എത്രയോ ചർച്ചസ് അവിടെ, മലങ്കര, അതുപോലെ തന്നെ ലാറ്റിൻ സീറോ, മലങ്കര. അപ്പോൾ അങ്ങനെ എല്ലാം ഉള്ളതുപോലെ തന്നെ
ഇവിടെയും 2 സഭകളായിട്ട് നിൽക്കാൻ സാധിക്കും. ഈ പേട്രിയാർക്കിനെ അംഗീകരിച്ചുകൊണ്ടുള്ള സഭ, അല്ലെങ്കിൽ പേട്രിയാർക്കിനെ ഓർണമെൻ്റൽ ഹെഡായിട്ട് അംഗീകരിച്ചുകൊണ്ട് വേണ്ടി ചെയ്യാം. അവരുടെ പരമാധികാരം ഉറപ്പിച്ചുകൊണ്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മളെല്ലാത്തിനും തയ്യാറാണ്. പേട്രിയാർക്ക് അതിന് തയ്യാറാണ്. പക്ഷേ ഈ നിലയ്ക്ക് പോകുന്ന ഒട്ടും ശരിയല്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നത്. അപ്പോൾ ഒരു പരിഹാരം ഉണ്ടാവണം. അതിന് ലീഗൽ ബാറ്റിൽ ഒരു ശാശ്വത പരിഹാരമല്ല എന്ന് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ഒരു പീസ്ഫുൾ കോഎക്സിസ്റ്റൻസ് എന്നുള്ളതൊരു ഡിക്ലൈൻഡ് ആയിട്ടുള്ള ഞങ്ങളുടെ ഒരു അംഗീകരിച്ചിരിക്കുന്ന, എല്ലാ തലത്തിലും അംഗീകരിച്ചിരിക്കുന്ന ഒരു ഫോർമാറ്റാണ്, ഒരു ഫോർമുലയാണ്. അതാണ് ഇതിൻ്റെ ഒരു ശാശ്വത പരിഹാരമായിട്ട് ഞാനും കാണുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞതുപോലെ ചർച്ചകൾ ആരംഭിക്കണം. അതിനൊരു ക്രിസ്തീയ മനോഭാവത്തോടു കൂടിയുള്ള ഒരു ഇതിലേക്ക് വരണം. ലീഗൽ ഫ്രെയിമിൽ നിന്ന് അവർ പുറത്ത് വരാൻ സാധിക്കണം അവർക്ക്. അതിന് അവർക്ക് പുറത്തേക്ക് വരാൻ പറ്റിയാൽ ഈ ഞങ്ങളുടെ കൈവശിരിക്കുന്ന പള്ളികൾ പിടിച്ചെടുക്കണമെന്നുള്ള അവർ മൈൻഡിൽ നിന്ന് ഒരു മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കണം അവർ. അങ്ങനെ വിശ്വസിക്കുന്ന ധാരാളം ബിഷപ്സും ലീഡർഷിപ്പിലും വൈദികരിലും ഒരു വലിയ വിഭാഗം ജനങ്ങളിലും ഉണ്ട്. ദിസ് ഈസ് നോട്ട് എ ക്രിസ്ത്യൻ വേ. അത് മറ്റ് സമുദായങ്ങളുടെ മുമ്പിലും മറ്റ് ഇതര സഭകൾക്കിടയിലും അതുപോലെ തന്നെ മതമില്ലാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. അവരുടെ എല്ലാം ഇടയിൽ ഇതൊരു വലിയൊരു ചർച്ചാ വിഷയമാണ്. ബീയിങ് ക്രിസ്ത്യൻ, അതിലെന്തെങ്കിലുമൊക്കെ ഒരു ക്രിസ്ത്യൻ വാല്യൂസ് നമ്മൾ പുൽപ്പിറ്റി പറയണത് കൂടാണ്ട് പറയണത് കുറച്ചെങ്കിലുമൊക്കെ പ്രാവർത്തികമാക്കണ്ടേ. അപ്പോൾ അതിലേക്ക് അവർ വരണം. അവർ അങ്ങനെ വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനിപ്പോഴും ഇരിക്കുന്നത്. പാത്രികീസ് ബാവയായിട്ട് സെലക്ട് പേട്രിയാർക്ക് അത് ഇവിടെ ഒരു കത്തോലിക്കേറ്റ് വന്നതുകൊണ്ടാണ്. പേട്രിയാർക്കിനെ എപ്പോഴും സെലക്ട് ചെയ്യുന്ന ആ ഒരു പണ്ട് ഇപ്പോൾ ഈ പോപ്പിനെ ഇറ്റലിയിൽ നിന്ന് മാത്രമല്ല സെലക്ട് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. കുറേ വർഷങ്ങളായിട്ട് അങ്ങനെ അതൊക്കെ മാറിയിട്ട് അതൊന്നും ആളായിട്ടില്ല. എനിക്ക് തോന്നുന്നത് ബെനഡിക്റ്റിന് മുമ്പുണ്ടായിരുന്ന ജോൺ പോളണ്ടിൽ നിന്ന് വന്ന ബിഷപ്പാണ് വളരെ നാളുകൾക്ക് ശേഷം അങ്ങനെ ഒരു പോപ്പ് വരുന്നത്. എന്നാൽ അവിടുത്തെ ഇപ്പോഴുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്, ദാറ്റ്സ് ആൻ അണ്ടർസ്റ്റാൻഡിങ്. ഇവിടെ നിന്ന് ആരും പാടില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം സിറിയയിൽ നിന്നുള്ള അല്ലെങ്കിൽ ആ ഒരു സിറിയൻ ചർച്ചിൻ്റെ ഒരു ഉറവിടമുണ്ടല്ലോ, സിറിയൻ ഓർത്തഡോക്സ് ചർച്ചിൻ്റെ, അവിടെ നിന്നുള്ളവർ മതി എന്നുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഇപ്പോൾ ഉള്ളത്. അത് ഇവിടെ ഒരു കാതോലിക്കേറ്റ് ഉള്ളതുകൊണ്ടും ഇവിടുത്തെ ഭരണത്തിന് വേറെ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളതുകൊണ്ട് അങ്ങനെ മതി എന്നുള്ളതാണ്. അതിനെ സെക്കൻഡ് ക്ലാസ് സിറ്റിസൺസ് ആയിട്ടോ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഗ്രേഡ് കുറഞ്ഞതായിട്ട് കാണുന്നത് അത് അപകർഷതാ ബോധം കൊണ്ട് അങ്ങനെ തോന്നുന്നതായിരുന്നു. നമുക്കങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. നമ്മളങ്ങനെ ഒരു സ്ഥാനത്തിന് വേണ്ടി നമ്മളങ്ങനെ അതിലേക്ക് വേണ്ടി ഇതുവരെ ബാധിച്ചിട്ടില്ല. ഇപ്പോൾ യൂണിവേഴ്സിറ്റി സിനഡൊക്കെ കൂടുമ്പോൾ വേണമെങ്കിൽ ഞങ്ങൾക്ക് ഈ വിഷയങ്ങൾ റേസ് ചെയ്യാൻ വേണമെങ്കിൽ, പക്ഷേ അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. ഇവിടെ ഒരു സംവിധാനമുണ്ട്, ഇവിടെ ഒരു കത്തോലിക്കേറ്റുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ ആൾക്കാർ തൃപ്തരാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്കുള്ള ഫീൽ ഞങ്ങൾക്ക് ആ വിഷയത്തിലില്ല. അവരുടെ ചർച്ചിൻ്റെ ഒരു ഇൻഡിപെൻഡൻസിക്ക് വേണ്ടിയിട്ട് പേട്രിയാർക്കിൽ നിന്നും വിട്ട് സ്വതന്ത്ര സഭ ആവുന്നതിന് വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് സംവിധാനത്തെ എല്ലാ അർത്ഥത്തിലും അതിനെ ഡിഫെൻഡ് ചെയ്യേണ്ട ആവശ്യം അവർക്കുണ്ടല്ലോ. അതിനിങ്ങനെയുള്ള ചില വിദേശി അല്ലെങ്കിൽ അറബി അല്ലെങ്കിൽ അടിമ എന്നൊക്കെ പറഞ്ഞ് അതിനെ അവർ ചില ഫ്രേസുകൾ കൊടുത്ത് അങ്ങനെ അവരുടെ ആ ഒരു തീരുമാനത്തെ അല്ലെങ്കിൽ അവരിപ്പോൾ ആയിരിക്കുന്ന ആ ഒരു സംവിധാനത്തെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ട് പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ. അതിലപ്പുറത്തേക്കൊന്നും ഉള്ളതായിട്ട് ഞങ്ങൾക്കാർക്കും തോന്നിയിട്ടില്ല. തിരുമേനി, നമ്മുടെ ഈ സ്വന്തം ഇടവകയിലെ പള്ളിയിൽ അടക്കം ചെയ്യാൻ പറ്റാത്തൊരു വളരെ ഇമോഷണൽ ഇഷ്യൂ ആയിട്ടുണ്ട് വിശ്വാസികൾക്ക്. ഞാൻ ഈ അടുത്ത സമയത്ത് ഡോക്ടർ KG പൗലോസുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ച കാലത്ത് പറഞ്ഞു. അപ്പോൾ ഒരു വലിയ സംഘർഷം ഉണ്ടായി. അവസാനം അവർ ആ മൃതദേഹം മെഡിക്കൽ കോളേജിന് ദാനം ചെയ്യുക. കറക്റ്റാണ്. അപ്പോൾ പിന്നെ അതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ ചില സ്ഥലങ്ങളിൽ സ്ഥലം വാങ്ങി അവിടെ സെമിട്രി അങ്ങനെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നോ? അങ്ങനെ പല സ്ഥലങ്ങളിലും സെമിട്രി വേറെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അങ്ങനെയുള്ള ആ ഒരു ഘട്ടത്തിൽ നമ്മൾക്ക് അങ്ങനെയാണല്ലോ പിന്നെ ഒരു ചില ഒരു ഡെഡ് ബോഡി ഫ്യൂ വീക്സൊക്കെ കീപ്പ് ചെയ്യേണ്ടി വന്നു. ആ ഒരു ഘട്ടത്തിലാണ് ഗവൺമെൻറ് ഒരു ബില്ല്, സെമിത്തേരി ബില്ല് കൊണ്ടുവന്നത്. ആ ബില്ല് വന്നതുകൊണ്ട് വലിയൊരു ആശ്വാസമായി. അതല്ലെങ്കിൽ ഈ പോയ പള്ളികളിലെല്ലാം ഈ വിഷയങ്ങൾ കത്തി നിൽക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പം ഈ 60 പള്ളികൾ ഒഴിച്ചുള്ള അതിൻ്റെ സമീപത്തുള്ള പള്ളികളിലൊക്കെ കൊണ്ടുപോയി അടക്കേണ്ടി വരും. അപ്പം സമീപത്തുള്ള ഓരോ പള്ളികൾ ഓരോന്നോരോന്ന് നഷ്ടപ്പെടുമ്പോൾ പിന്നെ സെമിത്തേരിയും പള്ളിയും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുമായിരുന്നു. അവിടെ ജനങ്ങൾ അവർക്ക് വേണമെങ്കിൽ അവിടെ നടത്താം. ഈ ഡോക്ടർക്ക് അമ്മയുടെ സംസ്കാരം, പക്ഷേ ഡോക്ടർ പറഞ്ഞൊരു കാര്യം ഇത്രയേ ഉള്ളൂ,
എൻ്റെ അമ്മയുടെ സംസ്കാരം അവിടെ നടത്തുമ്പം അമ്മ മരിക്കുമ്പോൾ അവർ വിശ്വസിച്ച വിശ്വാസം ആ പുരോഹിതനുണ്ട്. ആ പുരോഹിതനത് ചെയ്യണം. അപ്പോൾ അവരുടെ വൈദികം ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളത് നടത്തിക്കോളാം, പൂർണ്ണ ബഹുമതിയോട് നടത്തിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ വിശ്വസിച്ച വിശ്വാസത്തിൽ മതി എന്ന് രണ്ടുപേരും ഡോക്ടേഴ്സാണ്, വൈസ് ചാൻസലേഴ്സാണ്. അവർ അങ്ങനെ തീരുമാനിച്ചു. അപ്പോൾ അതിനവർ സമ്മതിച്ചില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ അടക്കണ്ട എന്ന് തീരുമാനിച്ചു. അതിന് ശേഷമാണ് അങ്ങനെയാണെങ്കിൽ വേറെ എങ്ങും കൊണ്ടുപോകണ്ട, മെഡിക്കൽ കോളേജിൽ കൊടുക്കാമെന്നുള്ള തീരുമാനം എടുക്കുകയും അങ്ങനെ വളരെ വൈകാരികമായിട്ടൊരു വിഷയമായിരുന്നു അതൊക്കെ. അതൊക്കെ നമ്മൾ ഓവർകം ചെയ്യാൻ പറ്റിയത് ഒരു പരിധിവരെ സെമിറ്ററി ബില്ല് ഗവൺമെൻറ് കൊണ്ടുവന്നതുകൊണ്ട്. അതിലും അവർ കോടതി വിധിയിൽ ചില കാര്യങ്ങൾ സ്പെസിഫിക്കായിട്ട് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് പുരോഹിതൻ കർമ്മം നടത്തുന്നതിന് അവിടെയും അവരൊരു ചെറിയൊരു ലീഗൽ തടസ്സം വരുമെന്ന് പറഞ്ഞുകൊണ്ടാണ്. പിന്നെയും കോടതി പോയാൽ അപ്പം വീണ്ടും പ്രശ്നമാകുമല്ലോ. അതുകൊണ്ട് പുരോഹിതൻ 34 അനുസരിച്ചുള്ള കയറിയാൽ മതി എന്നുള്ള ഒരു ക്ലോസ് അതിൻ്റെ അകത്ത് വെച്ചു. അതുകൊണ്ട് പരിമിതി ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ അത് യൂസ്ഡായി. ഇപ്പോൾ എന്തായാലും അടക്കാൻ പറ്റുന്നുണ്ട്, ആളുകൾക്ക് കയറാം, വൈദികർക്ക് കയറാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രശ്നം ഇപ്പോഴും ഉണ്ട്. ഈ മരിച്ചുപോയ പിന്നെ ആത്മാക്കളുടെ രക്ഷ, അല്ലെ ആത്മാക്കളുടെ ഈ ഓരോ വർഷം മെമ്മോറിയൽ സർവീസും ഒക്കെ ഹിന്ദുക്കൾക്ക് ഉള്ളതുപോലെ തന്നെ നമ്മൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നിഷേധിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വിഷമം ആളുകളുടെ മനസ്സിലുണ്ട്. എന്നാലും അവരെല്ലാം സാഹചര്യത്തിനനുസരിച്ച് നമ്മളുടെ കൂടെ വളരെ സ്ട്രോങ് ആയിട്ട് അങ്ങ് നിൽക്കുക എല്ലാവരും. സെമിത്തേരി വേറെ പുതിയതായിട്ട് സെമിത്തേരികൾ പണി അങ്ങനെ അത് അത്ര എളുപ്പമല്ല. ഈ സെമിത്തേരി സാങ്ഷൻ കിട്ടാനൊക്കെ വലിയ പാടാണ്. ഒരു പള്ളി പണിയുന്ന പോലെയല്ല. പള്ളിയൊക്കെ എല്ലായിടത്തും പണിതു, പോയ സ്ഥലങ്ങളിലൊക്കെ പുതിയ പള്ളികളൊക്കെ വെച്ചു. സെമിത്തേരി അതുപോലെ നമുക്ക് കിട്ടത്തില്ല, സാങ്ഷൻ കിട്ടത്തില്ല. അതുകൊണ്ട് പിന്നെ കോമൺസ് എല്ലാവരും അങ്ങനെയുള്ളതൊക്കെ പലയിടത്തുമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനിയും അങ്ങനെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ. ഈ 80കളിൽ എന്തോ രണ്ട് കൂട്ടരും തമ്മിൽ വടക്കൻ കേരളത്തിൽ എന്തോ ഒരു കോംപ്രമൈസ് എത്തുകയും ഒരു സെൻസസ് എടുത്തിട്ട് പത്രിയാർക്കീസിന് ഭൂരിപക്ഷമുള്ള പള്ളികൾ അവർ ചെയ്യും. പക്ഷേ ഓർത്തഡോക്സുകാർക്ക് അവർ 100 കൊല്ലം കഴിഞ്ഞുള്ള അവരുടെ പോപ്പുലേഷൻ എത്രയായിരിക്കും എന്ന് വെച്ചാൽ പള്ളി പണിത് കൊടുക്കുകയൊക്കെ ചെയ്ത ഒരിതുണ്ടായിരുന്നു. ഇപ്പോഴും അവിടെ സമാധാനം അവിടെ വളരെ പീസ്ഫുള്ളാണ്. അതൊരു മലബാർ മോഡൽ എന്നാണ് ഞങ്ങൾ അതിനെ പറയുന്നത്. മലബാർ മോഡൽ. അന്ന് അവിടെയുള്ള ബിഷപ്സ് അതിൻ്റെ അകത്ത് ഇൻവോൾവ് ആയിരുന്നു, 2 വിഭാഗത്തിലെ ബിഷപ്സ്. അപ്പോൾ അങ്ങനെ ഓരോ പള്ളികളായിട്ട് അങ്ങനെ ഒരു ധാരണയുണ്ടാക്കി ചില പള്ളികൾ അവർക്ക് വിട്ടുകൊടുത്തു. അപ്പം നമ്മൾ വേറെ പള്ളി വെച്ചു. അപ്പം പുതിയ പള്ളി വയ്ക്കുന്നതിന് അവരും കൂടെ സഹകരിക്കും. അങ്ങനെ എല്ലാ പള്ളികളിലും ഓൾമോസ്റ്റ് ഓൾ ചർച്ചസ് അങ്ങനെ സെറ്റിൽ ചെയ്ത് 2ആയിട്ട് പിരിഞ്ഞു. പല പള്ളികളും ഒറിജിനൽ പള്ളി, ശരിക്കുള്ള പള്ളി നമുക്ക് കിട്ടി. ചിലത് അവരെടുത്തു, ചിലത് അവർക്ക് പണിത് കൊടുത്തു. 2 കൂട്ടർ കൂടെ പണിതു. സെമിത്തേരി ഈ പറഞ്ഞതുപോലെ 2 കൂട്ടർ ഉപയോഗിക്കുന്നതുകൊണ്ട് അതിനോട് ചേർന്ന് തന്നെ വേറെ സ്ഥലം വാങ്ങിച്ചിട്ട് വേറെ സെമിത്തേരി സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു നല്ലൊരു കാഴ്ചപ്പാടുടെ ഒരു മോഡലായിരുന്നു മലബാർ ഡയസിസിൽ മൊത്തത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്തു. അതിൻ്റെ ചില പതിപ്പുകൾ ഇവിടെ ചില ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ടായിരുന്നു. കണ്ടനാട് ഡയസിസിലും അതുപോലെ തന്നെ കോട്ടയം ഡയസിസിലും. എനിക്ക് തോന്നുന്നത് പാക്കിപ്പള്ളിയാണോ അതെയോ ഒളശ്ശേല പള്ളിയാണോ ഒളശ്ശേപ്പള്ളി, അതെ. അങ്ങനെ ധാരണയിൽ തെക്കൻ ഭദ്രാസനങ്ങൾ പല സ്ഥലങ്ങളും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതൊരു നല്ല മോഡലായിരുന്നു. അത് ആ സമയത്ത് അതിനെ നമ്മൾ വളരെ സ്വാഗതം ചെയ്യും. ഒത്തിരി അതിന് കൂടുതലായിട്ടുള്ള ഒരു പബ്ലിസിറ്റി കൊടുക്കുകയും ചെയ്തതാണ്. പക്ഷേ അതിലേക്കും അവർക്ക് വരാൻ അവർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. അവിടെ അന്നത്തെ ബിഷപ്പ് അതിന് ഇനീഷ്യേറ്റീവ് എടുത്തുകൊണ്ട് അങ്ങനെ എസ്റ്റാബ്ലിഷ്ഡായി. അങ്ങനെ അതൊരു നല്ല ഒരു കാഴ്ചപ്പാടായിരുന്നു. ഇനിയും സാധ്യതകളുണ്ട് അതിനൊക്കെ. പക്ഷേ അതിലേക്കൊന്നും വരുമോ എന്നുള്ളത് നമുക്കറിയത്തില്ല. തിരുമേനിയുടെ ഈ അനോയിൻമെൻറ്റിന് സ്റ്റേറ്റ് ഗവൺമെൻറ് റെപ്രസെൻറ്റേഷന് വിട്ടു. അതുപോലും അവർ എന്താ പറയുക ഒരു കോടതി അതെങ്ങനെയാണ് അത് പിന്നെ ഒരു പെർസെപ്ഷൻ ഉള്ളത് നമ്മളുടെ ഈ ഇടത് സർക്കാരുമായിട്ട് നമ്മൾ ക്ലോസ് ആണ്. അപ്പം അങ്ങനെ ഒരു കോടതി പോകുന്നു. അങ്ങനെ എന്താ അതിൻ്റെ ഒരു നമ്മൾ ഈ കാര്യം ഗവൺമെൻറ്റുകളെ അറിയിച്ചിരുന്നു. അങ്ങനെ അവരെ ക്ഷണിച്ചിരുന്നു. അപ്പം ഗവൺമെൻറ് അങ്ങനെ ഒരു തീരുമാനം എടുത്തു. സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും സാധാരണ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു അംഗീകാരമാണത്. പക്ഷേ അത് അവർ അതിന് ചലഞ്ച് ചെയ്ത് കോടതി പോവുകയൊക്കെ ചെയ്തു. അതൊരു പക്ഷേങ്കിൽ ഞങ്ങളുടെ ചർച്ചിന് ഒരു റെക്കഗ്നേഷൻ, ഒരു അംഗീകാരം അത് മീഡിയയിലൂടെയാണെങ്കിലും മീഡിയാസ് അല്ലെങ്കിൽ മറ്റ് സഭകൾ അംഗീകരിക്കുന്നു.
അല്ലെങ്കിൽ ഗവൺമെൻറ്റുകൾ അംഗീകരിക്കുന്നു, ജുഡീഷ്യറി പതുക്കെ മാറ്റി ചിന്തിക്കുന്നു. അതൊക്കെ എനിക്ക് തോന്നുന്നു ഒത്തിരി അവരെ ഫ്രസ്ട്രേറ്റഡ് ആക്കുന്നുണ്ട്. ആ ഫ്രസ്ട്രേഷൻ്റെ ഒരു ഭാഗമായിട്ടാണ് അതിനെല്ലാം ഒരു കോടതി പോകുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ എന്നെ പള്ളികളൊന്നും കയറ്റരുത്, നമ്മൾ പുതിയ കേസ് കൊടുത്തിട്ടുണ്ട്, ഒരു പള്ളിയിലും കയറ്റരുതെന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ മൺറാട്ട് പള്ളിയിൽ കഷായവാഴ്ച പ്രോഗ്രാം തന്നിട്ടുണ്ട്, അവിടെയും എന്നെ കയറ്റരുത് പറഞ്ഞ് വേറെ കേസിന് മൂവ് ചെയ്തിട്ടുണ്ടെന്ന് കേൾക്കുന്നു. അപ്പോൾ അവരിങ്ങനെ എന്തോ അവരിങ്ങനെയൊക്കെ ആയിപ്പോയെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ നമ്മൾ കൂടുതൽ അവരോട് സമാധാനം ഉണ്ടാവണം, നമുക്ക് വ്യവഹാരങ്ങൾ അവസാനിപ്പിക്കാൻ പറയുന്നതോറും പിന്നെയും എന്തൊക്കെ ഫോഴ്സസ് ഉണ്ട് അവരുടെ പുറകിൽ. വളരെ നെഗറ്റീവായിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നതും കോടതിയിൽ മൂവ് ചെയ്യുന്നതുമൊക്കെ മാറ്റം വരുമെന്നുള്ള പ്രതീക്ഷ വിടുന്നില്ല. നമ്മൾ ക്രിസ്ത്യാനികളാണല്ലോ. അപ്പം ഹോപ്പ്, നോബഡി ക്യാൻ ടേക്ക് ദ ഹോപ്പ് എവേ. അപ്പം ഹോപ്പ്, ആ ഒരു പ്രതീക്ഷ നിലനിർത്തുന്നു. പിന്നെ ഇതെല്ലാം ഒരു റിലീജിയസ് മാറ്ററാണ്. നമ്മൾ വിശ്വസിക്കുന്ന ദൈവമുണ്ട്. അപ്പം എന്തും വരട്ടെ, ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോകാം എന്നുള്ള ആ ഒരു ബലത്തിലാണ്. പിന്നെ ജനങ്ങളുടെ ഒരു വൈകാരികമായിട്ടുള്ള അവരുടെ ഒരു ചർച്ചിനോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ്, അവരുടെ ഒരു അറ്റാച്ച്മെൻറ്റ്, അതുമൊക്കെ നമ്മൾ കൂടുതൽ ബലപ്പെടുത്തുന്നതാണ്. അപ്പോൾ അതിനെ കൂടുതൽ പരിപോഷിപ്പിക്കുന്നതാണ് ഈ പറയുന്ന ഗവൺമെൻറ്റുകളുടെ സമീപനവും. അതുപോലെ തന്നെ ഈ മീഡിയാസ്, എല്ലാ മീഡിയാസും ഒത്തിരി ഈ ഒരു ഘട്ടത്തിൽ പ്രൊമോട്ട് ചെയ്യുന്നുള്ളത് വലിയൊരു ബലം തന്നെയാണ്. അതുമൊക്കെ ഒരു ട്രൂത്ത്സ് അൺവെയിൽ ചെയ്യുന്ന ഒരു ഇതായിട്ട് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഈ സത്യം എന്നും അങ്ങനെ കുഴിച്ചുകൂടാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ വൺ ഡേ ഇറ്റ് വിൽ അത് റിസറക്റ്റ് ചെയ്യുമെന്നുള്ള ഒരു വിശ്വാസം. ഈ ഓർത്തഡോക്സ് സഭയുടെ സ്ട്രെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 2017 വേർഡിക്റ്റാണ്. അത് വെച്ചിട്ടാണ് അവർ പറയുന്നത് അവർക്ക് ചർച്ചയുടെ ആവശ്യമൊന്നുമില്ല, ബിക്കോസ് ദേ ഹാവ് ദാറ്റ് വേർഡിക്റ്റ്. അപ്പം ആ കേസിൽ ആ വേർഡിക്റ്റ് വരാൻ തന്നെ ഒരു ആർഗ്യുമെൻ്റ് എന്താണെന്ന് വെച്ചാൽ യാക്കോബ സഭ ശക്തമായിട്ട് ആർഗ്യുമെൻറ്റ്സ് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെന്ന്. ബിക്കോസ് അൾട്ടിമേറ്റ്ലി ഇറ്റ് ഹാപ്പൻ ബേസ്ഡ് ഓൺ എ കോൺസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ഡസൻറ്റ് എക്സിസ്റ്റ് എന്നാണ്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഒരു ആരോപണം അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത ചിലരുടെ ഇടയിലുണ്ട്. പക്ഷേ ഞാൻ ആ സമയത്ത് ഇതിൽ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ആയിരുന്നില്ല കേസിൻ്റെ ലിറ്റിഗേഷൻ കാര്യങ്ങളിൽ. ഒന്നാമത്തെ കാര്യം, കേസിൻ്റെ ആരംഭം തന്നെ ഒരു ആലോചന ഇല്ലാണ്ട് തുടങ്ങിയതാണ് കേസാണ്. അപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഏറ്റവും സീനിയർ ലോയേഴ്സിനെ വെച്ചിരുന്നത്, പരാശരൻ മാഷിന് ഏറ്റവും സീനിയർ ലോയറാണ്. കേസൊക്കെ നന്നായിട്ട് നടത്തി. പക്ഷേ ഇതാണ്, നമ്മളെത്ര കേസ് നന്നായിട്ട് നടത്തിയാൽ അവർക്ക് നേരത്തെയുള്ള ചില വിധികളിലെല്ലാം ഈ 34 കോൺസ്റ്റിറ്റ്യൂഷൻ അവർക്ക് അനുകൂലമായി നിൽക്കുന്നുണ്ട്. ഈ 34 കോൺസ്റ്റിറ്റ്യൂഷൻ, ആ 34 കോൺസ്റ്റിറ്റ്യൂഷനെ മറികടക്കാൻ ഒരു ജുഡിക്കേറ്റ് ആയിട്ട് കിടക്കുന്നതുകൊണ്ടായിരിക്കാം ആ ഒരു ലെവലിൽ തന്നെ ഇവിടെയും വന്നു. പക്ഷേ ഇവിടെ ഈ കോടതി വിധി 2017 വിധിയിൽ പേട്രിയാർക്കിൽ വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ വിശ്വസിക്കാമെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പേട്രിയാർക്കിൻ്റെ ഓഫീസിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് അവർ കോടതിയിൽ ഭയങ്കരമായിട്ട് വാദിച്ചായിരുന്നു. പേട്രിയാർക്കിനെ വായിച്ചത് അവരുടെ അംഗീകാരത്തോടു കൂടിയല്ല, അതുകൊണ്ട് അവർ അംഗീകരിക്കില്ല. ദാറ്റ് വാസ് അങ്ങനെ ഒരു ക്ലോസ് അവരെ 34 കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട്. ഈ അവർ അംഗീകരിക്കാത്ത പാത്രികീസ് ആയതുകൊണ്ട് പേട്രിയാർക്കിനെ അംഗീകരിക്കുന്നില്ല. കാരണം പേട്രിയാർക്കിനെ വായിച്ചപ്പോൾ അവരോട് പറഞ്ഞില്ല, അവരുടെ കാതോലിക്ക ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അവർ അംഗീകരിക്കുന്നു. പക്ഷേ അത് കോടതി വളരെ അസന്നിഗ്ധമായിട്ട് പറഞ്ഞു, പേട്രിയാർക്കിനെ വാഴിക്കുന്നത് യൂണിവേഴ്സൽ ചർച്ചിൻ്റെ കാനൻ വെച്ചിട്ടാണ്. ആ കാനൻ അനുസരിച്ച് വാഴിച്ചിരിക്കുന്ന പേട്രിയാർക്ക്, ഇപ്പോഴത്തെ പേട്രിയാർക്ക് സഭയുടെ പേട്രിയാർക്കാണ്, അതിനെ ചലഞ്ച് ചെയ്യാൻ പറ്റില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞു. അതുമെല്ലാം അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി വെച്ചിരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള വിധികളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നൊക്കെ അവർ വിസ്മരിക്കുകയാണ്. അപ്പോൾ ആ പേട്രിയാർക്കിനെ കൊടുക്കേണ്ടുന്ന റെസ്പെക്റ്റ് കൊടുത്ത് ചർച്ച ചെയ്യുന്നതിനൊന്നും അവർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ കോടതിയിൽ കേസ് നടത്തിയതിൽ പരാജയം സംഭവിച്ചെന്ന് പറയാൻ ഞാൻ ആളല്ല. കോടതികൾ രേഖകളാണല്ലോ പരിശോധിക്കുന്നത്. കോടതി പക്ഷേങ്കിൽ ഈ പറയുന്ന ഫെയ്ത്ത് മാറ്റേഴ്സിനെ സംബന്ധിച്ചൊക്കെ അവർക്ക് എത്രമാത്രം കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റും. പിന്നെ ഈ കോടതിയിൽ ഒരു വിദേശാധിപത്യം എന്നുള്ള ഒരു കൺസെപ്റ്റ് അവർ ഹൈലൈറ്റ് ചെയ്തു. വിദേശാധിപത്യം അല്ലെങ്കിൽ ഒരു വിദേശിയായിട്ടുള്ള പൗരൻ ഇവിടുത്തെ ചർച്ചിൻ്റെ കാര്യങ്ങൾ കൈയടക്കി വെച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു നെഗറ്റിവിസം ഇന്നത്തെ
ഭാരതത്തിൽ ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷമൊക്കെ വെച്ച് നോക്കുമ്പോൾ ജുഡീഷ്യറിയിലൊക്കെ അത് അല്പം അവർക്ക് ആ രീതിയിൽ മാറി ചിന്തിക്കാൻ ഒരു പക്ഷേങ്കിൽ പ്രേരണ കൊടുത്തേക്കാം എന്ന് ഞാൻ ചിന്തിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു വിദേശാധിപത്യം ഇവിടെ വേണ്ട, ഒരു ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യൻ ചർച്ച, ഇന്ത്യൻ ഒറിജിൻ, ഇന്ത്യയിലുള്ള ചർച്ച, ഇന്ത്യയിൽ പൂർണ്ണ അധികാരമുള്ള ചർച്ച എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു നാഷണലിസം, ആ ഒരു സ്പിരിറ്റ് കോടതിയെ ആ നിലകളിൽ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടാകുമോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ ഒരു പക്ഷേങ്കിൽ ഞങ്ങളുടെ ചർച്ചിൻ്റെ പേട്രിയാർക്കിൻ്റെ അധികാരത്തെ സംബന്ധിച്ചൊക്കെ വന്നപ്പോഴുള്ള ചില തെറ്റിദ്ധാരണകൾക്കൊക്കെ വിദേശാധിപത്യം എന്നുള്ള ആ ഒരു തെറ്റിദ്ധാരണകൾക്കൊക്കെ ഒരു പരിധിവരെയെങ്കിലും ഒരു പക്ഷേങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്തേക്കാം, ചെയ്തിട്ടുണ്ടാകുമെന്നല്ല ഞാൻ പറയുന്നത്, ചെയ്തിട്ടുണ്ടാകാം ഒരു പക്ഷേങ്കിൽ. ഈ തർക്കം എന്ന് പറയുന്നത് ഇപ്പോൾ വിശ്വാസത്തിൽ ഉള്ളാണോ അല്ല പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ടായിട്ട് മാറിയിട്ട്? യഥാർത്ഥത്തിൽ പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ട് അല്ല, അത് പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ടാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ ഇവർ മറുവിഭാഗം യഥാർത്ഥത്തിൽ പ്രോപ്പർട്ടിയുടെ കസ്റ്റോഡിയൻസ് ആയെന്ന് മാത്രമേ ഉള്ളൂ. ദേ നെവർ ബിക്കം ദി കസ്റ്റോഡിയൻസ് ഓഫ് ദീസ് പീപ്പിൾ. ആ മനുഷ്യരെ കിട്ടിയിട്ടില്ല. അപ്പോൾ പല പള്ളികളും അവർ നടത്തിക്കൊണ്ട് പോകാൻ പോലും പറ്റുന്നില്ല. അവർ സെൻറ്ററിൽ നിന്ന് ഫണ്ട് ഇട്ടിട്ടാണ് പള്ളി നടത്തിക്കൊണ്ട് പോകുന്നത് പല പള്ളികളും. അപ്പം പ്രോപ്പർട്ടി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഇമോഷണൽ ആയിട്ടുള്ള കാര്യമാണ്. പ്രോപ്പർട്ടി എന്നുള്ളതിനപ്പുറമായിട്ട് പള്ളി, ഇത്രയും കാലം ആരാധിച്ച പള്ളി, അവർ കഷ്ടപ്പെട്ട് പണിത പള്ളി, അവരുടെ പൂർവ്വപിതാക്കന്മാരിലൂടെ ഉണ്ടാക്കിയ പള്ളി, അതും പ്ലസ് സെമിറ്ററി. ഇപ്പം സെമിറ്ററി അറ്റാച്ച്ഡ് അല്ലായിരുന്നു. ഇപ്പം വെളിയിലേക്കുള്ള അങ്ങനെയാണ്. ഇപ്പം നമ്മൾ കേരളം വിട്ടുപോയി കഴിഞ്ഞാൽ പള്ളികളിലൊക്കെ സെമിറ്ററി വേറെ സ്ഥലത്താണ്. സെമിറ്ററി വേറെ സ്ഥലത്തായിരുന്നുവെങ്കിൽ ആളുകളിൽ ഒരു പക്ഷേങ്കിൽ ഓക്കെ പോണെങ്കിൽ പോട്ടെ, വേറെ പള്ളി പണിത് നമുക്ക് വേറെ പോവാം, സമാധാനമായിട്ട് ജീവിക്കാം എന്നുള്ള സ്റ്റാൻഡ് എടുത്തേനെ. ഇതിപ്പോൾ അതും അവർക്ക് പറ്റത്തില്ല. അപ്പോൾ ഈ പള്ളി നഷ്ടപ്പെട്ടപ്പം അവരെല്ലാവരും പകരം പള്ളി വയ്ക്കുകയാണ് ഇപ്പോൾ ചെയ്തത്. മിക്കവാറും സ്ഥലങ്ങൾ ടെമ്പററിയാണ് പലതും. കാരണം അത്ര എളുപ്പമല്ല പെട്ടെന്നൊരു സ്ഥലം വാങ്ങിച്ചും പള്ളിയൊക്കെ പണിയാനൊക്കെ ആയിട്ട്. കാരണം വേറെ ഒരു പകരം സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ഓൾ ഓഫ് എ സഡൻ ഇറ്റ് ഓൾ ഹാപ്പൻ. ഇങ്ങനെ ഒരിക്കലും ഒരു വിധി വരുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. ഇതുപോലെ അതായത് ഈ വല്ലാത്ത പൂട്ടിയത്, അതിൽ നിന്ന് പുറത്ത് വരാനായിട്ട് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. പക്ഷേ സാവകാശം അതിന് പുറത്തു വരാൻ പറ്റുമെന്നുള്ള വിശ്വാസമുണ്ട്. ഇവർ ഒന്നിനും വഴങ്ങുന്നില്ല എങ്കിൽ ഓർത്തഡോക്സ് സഭ അല്ല, അൾട്ടിമേറ്റ്ലി വീണ്ടും കോടതി പറയുന്നത് പോലെ കോടതി വീണ്ടും പറയുകയാണ് നമ്മൾക്ക് ഇതൊന്നും തിരിച്ച് കിട്ടുകയില്ല, അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം, അന്നേരം നോക്കാം, അന്നേരം അതിൻ്റെ വഴികൾ നോക്കാം. തിരുമേനി ഇതിപ്പം പറയുന്നത് യാക്കോബക്കാർ പള്ളി പണിയാനും ഓർത്തഡോക്സുകാർ പള്ളി അതെടുത്തോട്ട് പോകാനും നോക്കിയിരിക്കുന്നതാണ്. ആ ഒരു പറച്ചിൽ അതുകൊണ്ട് നന്നായിട്ടുണ്ട്. അപ്പോൾ അവർ ഈ പല പള്ളികളും ഇതിനു 17 മുമ്പൊക്കെ പണിതുകൊണ്ടിരുന്ന പള്ളികൾ പണിയുമ്പോൾ അവർ പറയുമായിരുന്നു നന്നായിട്ട് പണിതോ, ഞങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ വന്നോളൂ എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ അങ്ങനെ സംഭവിച്ചു. അതാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്തെങ്കിലും നഷ്ടപ്പെട്ട സ്കൂൾസോ നേരത്തെ പോയായിരുന്നു. എല്ലാം ഇൻസ്റ്റിറ്റ്യൂഷൻസും ചർച്ച് ഹെഡ് ക്വാർട്ടേഴ്സും എല്ലാം നേരത്തെ പോയി. ചർച്ച് ഭദ്രാസൻ ഡയസിസ് സെൻറ്റേഴ്സ് എല്ലാം പഴയ ഇതിൽ തന്നെ പോയായിരുന്നു. ഈ പുതിയ ഇതിൽ ഇൻസ്റ്റിറ്റ്യൂഷനൊന്നും പോയിട്ടില്ല. കാരണം ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം പോയി, 1-2 ചില സ്ഥലങ്ങളിൽ പോയി. പള്ളിയുടെ കീഴിലുണ്ടായിരുന്നൊക്കെ പോയി. ഹോസ്പിറ്റൽസ് ഒന്നും അങ്ങനെ നമുക്ക് ഈ ലിസ്റ്റിൽ കയറി വന്നിട്ടില്ല. ഞങ്ങൾക്ക് ഹോസ്പിറ്റൽസ് ഇല്ല ശരിക്കും പറഞ്ഞാൽ. ഉള്ളത് പിന്നെ കോതമംഗലത്തെയാണ്. കോതമംഗലം ചെറിയ പള്ളിയുടെ വിഷയം വന്നാൽ അവിടുത്തെ ഹോസ്പിറ്റലും സംവിധാനങ്ങൾക്കും എല്ലാം ഇഷ്യൂ വരും. കോലഞ്ചേരി നമ്മുടെ ആയിരുന്നു. കോലഞ്ചേരി പൊതുവായിട്ടുള്ളതായിരുന്നു. യോജിച്ച സഭയുടെ സമയത്ത് തുടങ്ങിയതാണ്, അല്ല അതിന് മുമ്പ് തുടങ്ങിയതാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് അവരുടെ സംവിധാനത്തിൽ തന്നെയാണ് എന്നും പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കയ്യിലേക്ക് ഇത് വന്നിട്ടില്ല ഒരിക്കലും. പള്ളി 2 കൂട്ടർക്കും ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെയും അതിൻ്റെ സംവിധാനത്തിൽ നമ്മുടെ ആൾക്കാരും ഉണ്ട്. പക്ഷേ ചർച്ചിൻ്റെ ഇതിൽ ഭരണം നടന്നു പോകുന്നത്. വഖഫിൻ്റെ ഇതിൽ നമ്മളുടെ ഒരു പൊതുവെ ഒരു സംസാരം ഈ ചർച്ച് ഈസ് ഗെറ്റിംഗ് ക്ലോസർ ടു ദി BJP എന്നുള്ളൊരു ടോക്ക് ഉണ്ടല്ലോ ജനറലി. ഹൗ ഡു യു സീ ഓൾ ദിസ്? എങ്ങനെ ചർച്ചസ് ഇപ്പം ഈ BJP കേരളത്തിൽ പ്രത്യേകിച്ചും ചർച്ചസുമായിട്ട് കൂടുതൽ ഒരു ബന്ധം പുലർത്താൻ അവർ എല്ലാ നിലകളിലും പ്രവർത്തിക്കുന്നുണ്ട്. ചർച്ച് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുമില്ല. ഭാരതത്തിലെ ഭരിക്കുന്ന ഒരു പാർട്ടിയല്ലേ. അപ്പോൾ അതുകൊണ്ട് അതേസമയം ചില നോർത്ത് ഇന്ത്യയിലൊക്കെ നടക്കുന്ന ചില കാര്യങ്ങൾ സംബന്ധിച്ച് ശക്തമായ എതിർപ്പ് ചർച്ചസിനുണ്ട്. അത് ഓരോ സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുമുണ്ട്.
അകലം സൃഷ്ടിക്കുന്നില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായിട്ടും ചർച്ചസ് പൊതുവെ അങ്ങനെ ഒരു മൈൻഡാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേസമയം ആ ഒരു അടുപ്പമുണ്ടെങ്കിലാണ് ചില കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാനും കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനും ഒക്കെ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു ചിന്തയും ഉണ്ടാകണം സ്വാഭാവികമായിട്ടും. ഈ വഖഫിൻ്റെ ഇഷ്യൂ വന്നപ്പം കാത്തലിക് ചർച്ച് പ്രത്യേകിച്ചും ഓപ്പണായിട്ട് സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നുണ്ട്. എന്താണ് നമ്മളുടെ ഒരു നമ്മൾ ഈ വഖഫ് ബില്ലും ഈ നമ്മുടെ മുനമ്പമാണ് നമ്മുടെ കൊച്ചിയിലുള്ളത്. അപ്പം ആ വിഷയം വന്നതോടുകൂടിയാണ് ഈ ബില്ലിന് വേറൊരു മാനം എങ്ങനെയൊക്കെയോ വന്നു. പക്ഷേ മുനമ്പത്തെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് നീതി കിട്ടണം എന്നുള്ളതാണ് എല്ലാവരും ഒരുപോലെ പറയുന്ന കാര്യം. അപ്പം അതിൻ്റെ ഇടയ്ക്കാണ് ഈ വഖഫ് ഇത് വരുന്നത്. എനിക്കതേക്കുറിച്ച് പറയാൻ ഞാൻ അതേക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടില്ല. ഇതിൻ്റെ ഇടയ്ക്കായിരുന്നു. അപ്പം അവിടുത്തെ ആളുകൾക്ക് നീതി നിഷേധിക്കപ്പെടരുത്, അവരെ കുടിയിറക്കപ്പെടുന്നവരാവരുത് എന്നുള്ള ഒരു വിശ്വാസമാണ് നമുക്കുള്ളത്. വഖഫിൻ്റെ വരുന്നതുകൊണ്ട് അവരുടെ സമുദായത്തിന് അതുകൊണ്ട് ദോഷം വരണമെന്നാരും നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അതൊരു മൈനോറിറ്റി കമ്മ്യൂണിറ്റി ആണല്ലോ ലാർജർ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ. അപ്പോൾ ആ കമ്മ്യൂണിറ്റിക്ക് എല്ലാ മൈനോറിറ്റീസിനും അവരുടെ ഒരു കോൺഫിഡൻസ് ലെവലുണ്ടല്ലോ, അതിനെ ഫോസ്റ്റർ ചെയ്യുന്ന രീതിയിലായിരിക്കണം. അതായത് നമ്മളുടെ ആ ഒരു ബാലൻസിങ് ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ, ഈ കമ്മ്യൂണൽ ബാലൻസിങ് ഉണ്ടല്ലോ, അതിനൊരു കോട്ടം വരാത്ത രീതിയിലായിരിക്കണം ഗവൺമെൻറ്റുകൾ നിയമം കൊണ്ടുവരുന്നതും നിയമങ്ങൾ മാറ്റുന്നതും. ഒരു കോൺഫ്ലിക്റ്റ് വരാത്ത രീതിയിൽ കൊണ്ടുപോകണം, അതിനൊരു ശ്രദ്ധ ഉണ്ടാകണമെന്നാണ് നമ്മളൊക്കെ പറയുന്നത്. നമ്മൾ റേസ് ചെയ്യുന്ന ഇഷ്യൂസ് സെൻട്രൽ ഗവൺമെൻറ് അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ? ഇടയ്ക്ക് വി മുരളീധരനും ഒക്കെ ശ്രീധരൻപിള്ളയും ഒക്കെ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ചർച്ച നടത്താനൊക്കെ ഹെൽപ്പ് ചെയ്തിരുന്നു. മറ്റേ ഞങ്ങളുടെ വിഷയത്തിലാണോ? അത് സിൻസിയറായിട്ടൊരു എഫേർട്ട് ഇട്ടായിരുന്നു. രണ്ട് വിഭാഗത്തെയും വളരെ എക്സ്റ്റെൻസീവായിട്ട് കണ്ട് കാര്യങ്ങൾ പറയാനും ബോധ്യപ്പെടുത്താനും സാധിച്ചിട്ടുണ്ട്. പക്ഷെ അത് പിന്നീട് അതിൻ്റെ ഒരു ഫർദറായിട്ടുള്ള ഒരു കാര്യങ്ങൾ പിന്നെ നടന്നില്ല എന്നുള്ളതാണ്. അപ്പം സെൻട്രൽ ഗവൺമെൻറ്റിന് ഇവരുടെ ഏരിയത്തിന് തീരട്ടെ എന്നുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു. അതിലാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ കുറച്ചുകൂടി ഒരു പടി മുന്നോട്ട് തീർക്കാനായിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത്. സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് ഇനി ആവശ്യം വരുമെന്ന് അറിയത്തില്ല. ഇനി ഏതെങ്കിലും കാരണവശാൽ അവർ ആ രീതിക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ട് ചർച്ചയ്ക്ക് നമ്മൾ തയ്യാറാണ്. നമ്മൾ ആരുമായിട്ടും ചർച്ചയ്ക്ക് തയ്യാറാണ്. വിഷയം തീരണമെന്നുള്ളതാണ്, തീർക്കണമെന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അതിന് സ്റ്റേറ്റ് ഗവൺമെൻറ് നിലപാട് സപ്പോർട്ടീവാണോ? സപ്പോർട്ടീവാണ്. പല പ്രാവശ്യം ചർച്ചയ്ക്ക് വിളിക്കുകയും ഒക്കെ ചെയ്താൽ പക്ഷേ ഒന്നും ഫ്രൂട്ട്ഫുൾ ആയില്ല. അങ്ങനെ വന്നപ്പോഴാണ് ചർച്ച് ബില്ലിലേക്ക് പ്രവേശിക്കുന്നത്. പിന്നെ ഈ യൂണിവേഴ്സൽ ക്രിസ്ത്യൻ യൂണിറ്റിയുടെ നമ്മളും ഉണ്ടല്ലോ, ഈ കാത്തലിക് സഭയും ജാക്കബൈറ്റ് സഭയൊക്കെ, അത് ഇപ്പം എവിടെ വന്ന് നിൽക്കുന്നത്? ഈ ഇടയ്ക്ക് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നല്ലോ എല്ലാം ചർച്ചസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ട്. അതെന്ത് ഇനിഷ്യേറ്റീവ് ആയിരുന്നു? അതെന്തിലേക്ക് നയിക്കുന്ന ഇനിഷ്യേറ്റീവാണ് ക്രിസ്ത്യൻ യൂണിറ്റി എന്ന് പറഞ്ഞിട്ട്? അത് ഈ എക്യുമെനിക്കൽ ഫോറം ഉണ്ടല്ലോ. എക്യുമെനിക്കൽ ഫോറം ക്രിസ്ത്യൻസ് തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു എക്യുമെനിക്കൽ ഫോറമാണ്. അതിപ്പം വേൾഡ് ക്രിസ്ത്യൻ കൗൺസിലുണ്ട്, അതുപോലെ തന്നെ നാഷണൽ ക്രിസ്ത്യൻ കൗൺസിൽ, പിന്നെ കേരള ക്രിസ്ത്യൻ കൗൺസിലുണ്ട്, നിലയ്ക്കൽ കമ്മിറ്റിയുണ്ട്. ഇതിലെല്ലാം ക്രിസ്ത്യൻസ് മൈനോറിറ്റി കമ്മ്യൂണിറ്റി എന്നുള്ള നിലയിൽ അവർ ഫേസ് ചെയ്യുന്ന വിഷയങ്ങൾ അത് സംബന്ധിച്ച് ചർച്ച ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ സ്ഥാപനങ്ങൾക്ക് അതിൻ്റെ പ്രൊട്ടക്ഷൻ, അതിന് ഗവൺമെൻറ് ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റീസിന് കുറേ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നുണ്ട് ചില മേഖലകളിലൊക്കെ. അതെല്ലാം ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്താനുമൊക്കെ ആ ഫോറം അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ആ നിലയ്ക്ക് സെൻട്രൽ ഗവൺമെൻറ്റിലൊക്കെ പോവുകയും നമ്മളുടേതായ അപ്പീൽ ഒക്കെ കൊടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ നിലയിലുള്ള പ്രവർത്തനത്തിനാണ് അത് കൂടുതലും ഈ ഫോറംസ് എല്ലാം പ്രയോജനപ്പെടുന്നത്. ഈ ചർച്ചിൻ്റെ കാര്യത്തിൽ പലപ്പോഴും ചർച്ച ചെയ്തെങ്കിൽ കൂടി ഒരിക്കലും അത് ഫ്രൂട്ട്ഫുൾ ആയിട്ടില്ല. ഈ രണ്ട് വിഭാഗവും ഈ കമ്മിറ്റിയിലൊക്കെ ഉണ്ട്. ഈ എക്യുമെനിക്കൽ ഫോറത്തിൽ രണ്ട് വിഭാഗമുണ്ട്.
KCCയുടെ പ്രസിഡൻറ്റ് കേരള ക്രിസ്ത്യൻ കൗൺസിൽ പ്രസിഡൻറ്റ് ഓർത്തഡോക്സിലെ മെത്രാച്ചനാണ്. പക്ഷേ ആസ് എ കേർട്ടസി ഹി ഹാസ് സെൻഡ് മി എ ലെറ്റർ, ഈ ബീങ് ദ പ്രസിഡൻറ്റ് ഓഫ് KCC. നല്ലൊരു കത്തൊക്കെ അയച്ചായിരുന്നു. അങ്ങയുടെ ഓർഡിനേഷൻ ചീഫ് മിനിസ്റ്ററിനെയൊക്കെ പ്രൈസ് ചെയ്തുകൊണ്ട്, അപ്പോൾ അതെല്ലാം എങ്ങനെയാണ് CMO ആയിട്ടുള്ള അങ്ങയുടെ ഇൻട്രാക്ഷൻസും? CM ആയിട്ട് ഈ ക്രൈസിസിൽ ഞാൻ കാരണം ഇത് ബാബായായിട്ടാണ് CMന് വളരെ അടുപ്പം വർഷങ്ങളായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളാരും ആ വഴിക്ക് ബന്ധപ്പെടാൻ പോകാറില്ല. പക്ഷേ ബാബ കിടപ്പായപ്പോഴത്തേക്കും പിന്നെ അദ്ദേഹമായിട്ടുള്ളൊരു റിലേഷൻ പല പ്രാവശ്യം പോവുകയും കാണുകയും സംസാരിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിനൊരു ജെനുവിനിറ്റി തോന്നി നമ്മുടെ ഇടപെടലിലൊക്കെ. പിന്നെ നമ്മൾക്ക് നീതി നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെന്ന് അദ്ദേഹം പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ്. ആ ഒരു കൺവിക്ഷനിൽ നിന്നാണ് അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. പുള്ളിക്ക് ബോധ്യമുള്ളൊരു കാര്യമാണ് ഇത് ശരിയല്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇവരെ എങ്ങനെയാണ് സഹായിക്കണം എന്നൊരു ഡിറ്റർമിനേഷൻ അയാളുടെ ഭാഗത്തു നിന്നുണ്ടായി. ആ ഡിറ്റർമിനേഷനിൽ നിന്നുമാണ് ഈ സെമിത്തേരി ബില്ല് വരുന്നതും പിന്നെ ചർച്ച് ബില്ലിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നതൊക്കെ. സൈമിൾട്ടേനിയസ്ലി അവരുമായിട്ട് ചർച്ചയ്ക്കും രണ്ട് കൂട്ടരുടെ ചർച്ചയ്ക്കും ഒക്കെ കമ്മിറ്റിയൊക്കെ ഫോം ചെയ്യും. ഒത്തിരി സമയമൊക്കെ അതിന് വേണ്ടി അദ്ദേഹം ചെലവിട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രിയിലുള്ള ആൾക്കാരും അതിൻ്റെ ഗവൺമെൻറ് സെക്രട്ടറിമാരും ഒക്കെ അതിൽ ചെയ്തിട്ടുണ്ട്. സെയിം വേ പ്രധാനമന്ത്രിയോടും നമുക്ക് വലിയ റെസ്പെക്റ്റാണ്. അദ്ദേഹം നമ്മളെ കേൾക്കാനും ഈ വിഷയങ്ങൾ ബോധ്യപ്പെടുത്താനും നമുക്ക് സാധിച്ചു. അത് ഡൽഹി വെച്ചുള്ള ഇൻട്രാക്ഷൻ. അതെ അതെ അതെ. ഈ കാര്യങ്ങൾ നമ്മൾ ചർച്ച വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം, അദ്ദേഹം ചീഫ് മിനിസ്റ്റർ ആയിരിക്കുമ്പം ഗുജറാത്തിൽ ഇതുപോലെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ 2 വിഭാഗമുണ്ട്. അവർ 2 വിഭാഗം തമ്മിൽ ഭയങ്കര ഒരു പ്രശ്നമുണ്ടായിരുന്നു. അത് തീർക്കാനായിട്ട് അദ്ദേഹം പല പ്രാവശ്യം ചർച്ച ചെയ്തു. പുള്ളി ഇടപെട്ട എല്ലാ വിഷയങ്ങളും തീർത്തുണ്ട്. ഈ വിഷയം തീർക്കാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞു ഈ ഒരു മതത്തിൽ തന്നെ 2 വിഭാഗം ആയിട്ട് നിൽക്കുന്നവരെ പറഞ്ഞ് സെറ്റിലാക്കാനൊരു വലിയ പാടാണ്. അത് ഞാൻ പുള്ളിയുടെ അനുഭവത്തിലുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുകളെക്കുറിച്ചൊക്കെ പുള്ളി പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഈ മൃതശരീരത്തിൻ്റെ വിഷയവും പള്ളിയിൽ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം പുള്ളി പറഞ്ഞത് കേരളത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അദ്ദേഹം പുള്ളിക്കത് ഈ ഫ്യൂണറൽ സംബന്ധിച്ചുള്ള തടസ്സങ്ങൾ സൃഷ്ടിച്ചതുമൊക്കെ അദ്ദേഹത്തിന് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് അദ്ദേഹം ഒരു കൺഫസ് ചെയ്യുകയുണ്ടായി. തിരുമേനി ഈ ക്രിസ്തീയ സഭകളിൽ പൊതുവെ ഇപ്പോൾ ജാക്കബൈറ്റ്, ഓർത്തഡോക്സ്, കത്തോലിക്ക സഭയ്ക്കകത്തുള്ള ഇന്റേണൽ സ്ട്രൈപ്സ് ഇതൊക്കെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ക്രിസ്ത്യൻ സഭകളെ ഇതാക്കുന്നുണ്ട്. അതെ, ഒരു വസ്തുതയാണ്. ഒരു അവമതിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, പണ്ടൊക്കെ ക്രിസ്ത്യൻസിൻ്റെ ലീഡേഴ്സ് അല്ലെങ്കിൽ അച്ഛന്മാരെ മെത്രാച്ചന്മാരെ പറഞ്ഞ സമൂഹം വലിയൊരു വില കൽപ്പിക്കുമായിരുന്നു. ഇപ്പോൾ അതൊക്കെ ഇല്ലാണ്ടായിപ്പോയി. ഇപ്പം അത് കുറേയൊക്കെ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റീസ് അവരുടെ ഇടയിലുള്ള അനൈക്യത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ക്രിസ്ത്യൻ വാല്യൂസിൽ നിന്നുമൊക്കെ മാറി പോകുന്നുണ്ടോ എന്ന് സ്വയപരിശോധന ക്രിസ്ത്യൻസ് ലീഡേഴ്സും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റീസും മാറ്റി ചിന്തിക്കണം. ഈ ഇവാഞ്ചലൈസേഷൻ യഥാർത്ഥത്തിൽ ഞാൻ വിശ്വസിക്കുന്നത് ഞങ്ങളുടെ ഇടയിൽ തന്നെ ഇപ്പോൾ ആവശ്യമായിട്ടിരിക്കുന്നു. എമംഗ് ക്രിസ്ത്യൻസ് ശരിയായ ഇവാഞ്ചലൈസേഷൻ, ശരിയായ സുവിശേഷത്തിൽ നിന്നുമൊക്കെ മാറി സഞ്ചരിക്കുമ്പോഴാണ് ക്രിസ്ത്യൻസിനോട് ഉള്ള അവമതിപ്പ് സമൂഹത്തിനുണ്ടാകും. ഇപ്പം കേരളം, നമ്മുടെ നാട്ടിലൊക്കെ ദേവാലയങ്ങളൊക്കെ പണിയാൻ സ്ഥലം തന്നതും മരം തന്നതും സഹായിച്ചിട്ടുള്ളതൊക്കെ ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങളാണ്. അപ്പോൾ അതൊന്നും ഒരിക്കലും മറക്കാനൊക്കത്തില്ല. അങ്ങനെയുള്ളൊരു മറ്റു മതങ്ങളെ സ്വീകരിക്കാനൊരു മതബഹുലത നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകതയാണല്ലോ. അപ്പോൾ എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളാനും എല്ലാ വിശ്വാസങ്ങളെയും ബഹുമാനിക്കാനും ഉള്ള ഒരു മനസ്സ് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളുടെ മതത്തിൻ്റെ യുണീക്ക്നെസ് നമ്മളങ്ങ് കരുതിയാൽ പോരെ. അതിപ്പം ഒരുത്തനെ ക്രിസ്ത്യാനിയാക്കി നന്നാക്കാൻ നോക്കേണ്ട ആവശ്യമില്ല. മനുഷ്യന് നന്നാവണമെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യാനിയാവണം നിർബന്ധമൊന്നുമില്ല. അങ്ങനെയാണ് എല്ലാ ക്രിസ്ത്യാനും നല്ല മനുഷ്യരായിരിക്കണ്ടേ. അവിടെയാണ് പ്രശ്നം. ക്രിസ്ത്യാനി എന്ന് പറയുമ്പം പള്ളിയിൽ പോകുന്നതും കുർബാന കൊള്ളുന്നതും കുർബാന അനുഭവിക്കുന്നതും കുരിശ് വരയ്ക്കുന്നതും കുരിശ് ധരിക്കുന്നതിൽ മാത്രം ക്രിസ്ത്യാനി ഒതുങ്ങി പോവുകയാണ്. അതുകൊണ്ട് ഒരു നല്ല മനുഷ്യനോട് ആവാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ നല്ല ക്രിസ്ത്യാനി എന്ന് പറയാൻ പറ്റും?
അപ്പം അതിലേക്ക് വരുന്നതിൽ സഭയ്ക്കകത്ത് പരാജയം ഉണ്ടായിട്ടുണ്ട്. എല്ലാ സഭകളുടെയും കാര്യത്തിൽ ഒരു പരിധിവരെയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു തിരിച്ചറിവ് ഉണ്ടായെങ്കിൽ മാത്രമേ ഈ നമ്മൾ ആഗ്രഹിക്കുന്ന റെസ്പെക്റ്റ് മറ്റ് മതങ്ങളിൽ നിന്നും പൊതുസമൂഹത്തിൽ നമുക്ക് കിട്ടുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതെന്തുകൊണ്ടൊക്കെയോ കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ട്. എല്ലാവരുടെയും കുറ്റമല്ല, പക്ഷേ ചില ഇൻസിഡൻസ് മതിയല്ലോ. പല ഇൻസിഡൻസും അങ്ങനെയുള്ള ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ആ ഒരു നമ്മൾ നാട്ടിൽ ഉണ്ടായിരുന്ന ആ ഒരു മതിപ്പിന് ഇച്ചിരി ഇടിവ് സംഭവിച്ചിട്ടുണ്ടെന്ന് പറയേണ്ടതായിട്ട്. അത് കുറേയൊക്കെ മൂവീസ്, അതുപോലെ തന്നെ ഈ സിനിമകൾ, അതുപോലെ തന്നെയുള്ള സോഷ്യൽ മീഡിയ, ഇതൊക്കെ വ്യാപകമായിട്ടുള്ള ആക്രമണം, ഉള്ളതും ഇല്ലാത്തതുമൊക്കെ വലിച്ചു വാരി എഴുതി പറഞ്ഞുമൊക്കെ മറ്റുള്ളവരുടെ ഇടയിൽ ഈ ചർച്ചിനെക്കുറിച്ചൊക്കെ അവമതിപ്പുണ്ടാക്കുന്ന വിഷലിപ്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞും പരത്തിയും ഒക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അത് എല്ലാ മതങ്ങൾക്കും ഒരു പരിധിവരെയൊക്കെ അത് ഏറ്റെടുക്കേണ്ടതായിട്ട് വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇൻഡയറക്റ്റായിട്ട് ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു ശക്തിയും എവിടെയൊക്കെയോ മറിഞ്ഞിരിപ്പുണ്ട് എന്നുമൊക്കെ ഉള്ള ചർച്ചകൾ ഞങ്ങളുടെ ഇടയിലൊക്കെ നടക്കുന്നുണ്ട്. ബിഷപ്സൊക്കെ കൂടി വരുമ്പോഴൊക്കെ അതൊക്കെ ചില ഒരു ടാർഗറ്റിൻ്റെ ഭാഗമായിട്ട് ആണ്. കത്തോലിക്ക സഭയൊക്കെ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ചർച്ചാണ്. നല്ലൊരു ഫ്രെയിം വർക്കിലുള്ള ചർച്ചാണ്. പോപ്പോ എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് എതിരാരും ഒന്നും പറയത്തില്ല. അവിടെ പോലും വ്യത്യസ്ത ചിന്താഗതികളും പള്ളിയിലെ ആരാധന സംബന്ധിച്ചുള്ള ഇഷ്യൂസും ഒക്കെ വന്നിട്ട് ജനങ്ങൾ കൂടുതലായി സഭാ നേതൃത്വത്തിനെതിരെ നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഇപ്പോഴുണ്ടായിട്ടുണ്ട്. അതൊക്കെ വലിയ ഒരു ചർച്ചിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ഫാബ്രിക്കിന്, അതിൻ്റെ യൂണിറ്റിക്കുമൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അതിലൊക്കെ എല്ലാവരും ദുഃഖിതരാണ്. നമ്മുടെ യങ് ജനറേഷൻ പള്ളിയിൽ നിന്ന് അകന്നു പോകുന്നതായിട്ട് തോന്നുന്നുണ്ട്. ഇപ്പം പള്ളിയിലൊക്കെ ആണെങ്കിലും പണ്ട് യൂത്ത് മൂവ്മെൻറ്റും സൺഡേ സ്കൂൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നല്ലൊരു സംഖ്യ പിള്ളേരുണ്ടായിരുന്നു. ഇപ്പം ആ ഒരു മൂവ്മെൻറ്റ് അതിലൊക്കെ ആണെങ്കിലും കുട്ടികൾ, യങ്സ്റ്റേഴ്സ് പള്ളിയിൽ നിന്ന് ഇച്ചിരി അകന്ന് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും യങ് ജനറേഷൻ്റെ കാഴ്ചപ്പാടിൽ എല്ലാവരും ഒന്നുമില്ല, ഒരു വിഭാഗം അങ്ങനെ മാറി ചിന്തിക്കുന്നുണ്ട്. അതൊരു വസ്തുതയാണ്. പിന്നെ നമ്മളുടെ ഇവിടെ ഈ മൈഗ്രേഷൻ ഭയങ്കരമായിട്ട് നടക്കുന്നു. പിള്ളേരെല്ലാം ഈ 12ാം ക്ലാസ് കഴിഞ്ഞാൽ എങ്ങനെയും വിട്ടുപോവുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം ഈ കുട്ടികൾ ഇല്ല എന്നുള്ളതൊരു പ്രശ്നമുണ്ട്. പിന്നെ ഞങ്ങളുടെ ചർച്ചിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ യൂറോപ്പിലോ അമേരിക്കയിലോ ഒക്കെ അവർ പോയാലും അവിടെ ഒരു ഫോമിങ് കോൺഗ്രിഗേഷൻ ആ ഒരു ഇതിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ നമ്പേഴ്സിൽ കുറവ് വരുന്നത് വലിയൊരു പ്രശ്നമാണ്. പക്ഷേ മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിൽ വ്യത്യസ്തമായിട്ട് നമ്മുടെ ഇവിടുത്തെ ഇവിടെ ഒരു മൊത്തത്തിലൊരു റിലീജിയസ് സ്പിരിറ്റ് ഉണ്ടല്ലോ ഇവിടെ. ഇപ്പം ഹൈന്ദവരായാലും മുസ്ലിങ്ങളായാലും ക്രിസ്ത്യാനികളായാലും കൂടുതൽ പള്ളിയുമായിട്ട് അറ്റാച്ച്ഡ് അല്ലെങ്കിൽ ആരാധനാലയങ്ങളുമായിട്ട് അറ്റാച്ച്മെൻറ്റ് കുറച്ചുണ്ട്. അത് കാലഘട്ടത്തിനനുസരിച്ച് കുറച്ച് ഇടിവ് സംഭവിക്കുന്നുണ്ട്. അതൊക്കെ ഈ സോഷ്യൽ മീഡിയയുടെ വ്യാപകമായിട്ടുള്ള ഉപയോഗം, പിന്നെ ഇപ്പം പള്ളിയിൽ പോകാണ്ട് തന്നെ പള്ളിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ വീട്ടിലിരുന്ന് കാണാം. ഇതെല്ലാം ഈ പോസ്റ്റ് കോവിഡ് കാലം ഒത്തിരി ഒരു മാറ്റം റിലീജിയൻ്റെ അടുത്തും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഓൺലൈനിലെല്ലാം കുർബാന കാണാം. മറ്റത് ഞായറാഴ്ച പള്ളിയിൽ പോയില്ലെങ്കിൽ പ്രശ്നമായിരുന്നു. ആ പ്രശ്നമൊക്കെ കോവിഡോട് മാറി. അപ്പോൾ അങ്ങനെ വരുമ്പം പള്ളിയിലൊക്കെ സ്ട്രെങ്ത്തൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഒത്തിരി. അപ്പോൾ നമ്മളിപ്പം ഈ ഓൺലൈൻ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്, പ്രൊമോട്ട് ചെയ്യുന്നില്ല. പക്ഷെ അന്നേരം പ്രായമുള്ള ആൾക്കാർ പള്ളിയിൽ വരാൻ പറ്റാത്തവരുണ്ട്, അവർക്കിത് വേണം. അപ്പോൾ അതുകൊണ്ട് നിർത്താനും പറ്റത്തില്ല. അങ്ങനെ തിരുമേനി US-ലെ 2 ഹോസ്പിറ്റൽസിൽ ചാപ്ലിനായിട്ട് ഇരുന്നിട്ടുണ്ടെന്ന് ആ എക്സ്പീരിയൻസ് ഒന്ന് പറയാം. അത് സ്പിരിച്വൽ ജേർണിയിൽ എത്രത്തോളം ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ഇതായിരിക്കും. അതെ അത് എന്നെ ഒത്തിരി ഗ്രൂം ചെയ്തിട്ടുണ്ട് ആ വിഷയം. അപ്പോൾ ഞാൻ ബ്രിഡ്ജ്പോർട്ടിൽ കനെറ്റിക്കറ്റിലെ ഹോസ്പിറ്റലിൽ ആയിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ പേടിച്ചൊരു സ്ഥലമായിരുന്നു. അതായത് സിറ്റിയുടെ നടുക്ക. അപ്പോൾ എൻ്റെ സൂപ്പർവൈസർ ഡയറക്ടർ എന്നോട് പറഞ്ഞു, നൈറ്റ് ഡ്യൂട്ടീസ് വരുമ്പോഴാണ്, ഈ നൈറ്റ് ഷിഫ്റ്റ് വരുമ്പോഴാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ അവിടെ തന്നെ കിടക്കാനും സ്ഥലമുണ്ട്,
രാത്രി ഗൺ ഷോട്ട്സ് കേൾക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചു. ഗൺ ഷോട്ട് കേട്ടാൽ അതിൻ്റെ അർത്ഥം നീ ഇവിടെ എമർജൻസിയിൽ റെഡിയായിട്ട് അന്നേരം ഉണ്ടാവും. അത്യാവശ്യം ഉറങ്ങിക്കുക, പക്ഷേ ഷോട്ട് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഒട്ടും വൈകരുത്, അപ്പം തന്നെ വന്ന് നിൽക്കണം. അപ്പോൾ അന്നേരം ഞാൻ ഇത് ശരിക്കും അന്നത്തെ രാത്രി തന്നെ അനുഭവം ഉണ്ടായി. അപ്പം മിഡ് നൈറ്റിൽ ഗൺ ഷോട്ട് കേട്ടു, ചാടി എഴുന്നേറ്റ് താഴെ ചെന്നപ്പോഴത്തേക്കും ആളെ കൊണ്ടുവന്നു അവിടെ ഈ ബ്ലഡിൽ കുളിച്ച്. അപ്പോൾ അതൊക്കെ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഈ രോഗികൾ അവരെ അറ്റൻഡ് ചെയ്യുന്ന ആളുകൾ, അപ്പോൾ അവരുടെ കൺഫ്രണ്ടേഷൻ വരും, അവരൊക്കെ കോൺവെർസേഷൻ വരുമ്പം ഞാൻ അവരെയൊക്കെ ഒന്ന് പാസിഫൈ ചെയ്യാനായിട്ടും അവരെയൊക്കെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമമൊക്കെ നടത്തും. അപ്പോൾ അത് ഈ ചാപ്ലിൻ്റെ ഒരു ഡ്രസ് കോഡുണ്ട്. അപ്പോൾ ഒരു ഇൻസിഡൻറ്റ്, ഒരു അമ്മ അവരുടെ കുഞ്ഞ് മരിക്കാൻ പോവുക. അപ്പോൾ അങ്ങനെ ഞാൻ അവരെ ഒരു ബ്ലാക്ക് ലേഡിയാണ്, ആഫ്രിക്കൻ അമേരിക്കൻ, അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ചെറിയ ശ്രമം നടത്തി. അപ്പോൾ അവർ അന്നേരം പറഞ്ഞു, യു ആർ ദ മെസ്സഞ്ചർ ഓഫ് ഡെത്ത്. അപ്പോൾ എനിക്ക് അന്നേരം അത് വർക്കായത്. മെസ്സഞ്ചർ ഓഫ് ഡെത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അച്ഛന്മാർ സാധാരണ മരണാവശ്യങ്ങൾക്കും അതുപോലെ തന്നെ അന്ത്യകൂദാശ കൊടുക്കാനും ഒക്കെ ആണല്ലോ ചെല്ലുന്നത്. അപ്പോൾ യു ആർ ദി മെസ്സഞ്ചർ ഓഫ് ഡെത്ത് എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു തന്നെ. അപ്പോൾ ഞാൻ ഒന്നും മിണ്ടിയില്ല. കുറച്ച് നേരം പിന്നെ അവിടെ നിന്നു. അത് പിന്നെ അവരങ്ങ് കാമായി. അപ്പം നമുക്ക് അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒത്തിരി ഈ നമ്മളൊരു നല്ല മനുഷ്യനാവാനായിട്ടും ഈ ലൈഫിൻ്റെ റിയാലിറ്റീസിലേക്ക് നമ്മൾ അനുഭവിച്ചിട്ടില്ലെങ്കിൽ മറ്റുള്ളവരുടെ റിയാലിറ്റീസിലൊക്കെ യാത്ര ചെയ്യാനുമൊക്കെ അങ്ങനെയുള്ള സന്ദർഭങ്ങളും, പ്രത്യേകിച്ച് ഒരു മൾട്ടി കൾച്ചറൽ സൊസൈറ്റിയിൽ അങ്ങനെ ചെയ്യാൻ പറ്റിയെന്നുള്ളത് ഒരു പക്ഷേ എൻ്റെ പേഴ്സണാലിറ്റി അത് കുറച്ചെങ്കിലുമൊക്കെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വലിയൊരു എക്സ്പീരിയൻസ്. ഞാൻ ഇഷ്ടപ്പെടുന്നൊരു ജോലിയായിരുന്നു അത്. നന്നായിട്ട് എൻജോയ് ചെയ്തൊരു ശുശ്രൂഷയായിരുന്നു അത്. അത് ചിലപ്പോൾ നോക്കുമ്പം എനിക്ക് തോന്നും അവിടെ തന്നെ അങ്ങ് നിന്നാൽ മതിയായിരുന്നു എന്നൊക്കെ, ചാപ്ലിനായിട്ട് തന്നെ അങ്ങ് പോയാൽ മതിയായിരുന്നു, ഡോക്ടറേറ്റൊക്കെ അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്ത് അതിൽ തന്നെ നല്ല ശമ്പളമൊക്കെ കിട്ടുമായിരുന്നു. അവിടെ വന്നിട്ടൊരു പള്ളിയൊക്കെ നോക്കി നടത്തിയാൽ മതിയായിരുന്നു ചിലപ്പോൾ തോന്നും. അങ്ങനെയൊക്കെ ഈ നമ്മൾ നടന്നു പോകുന്ന വഴികളിലെ വെല്ലുവിളികളുടെ ആ ഒരു അതിൻ്റെ ഡെപ്ത്ത് ചിലപ്പോഴൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. അത് എങ്ങനെ എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അങ്ങനെയൊക്കെ നോക്കുമ്പോൾ. പിന്നെ എക്സ്പെക്റ്റേഷൻസ് ആർ വെരി ഹൈ. അതാണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു ക്രൈസിസ് ആയിട്ട് നിൽക്കുന്നത്. ഭയങ്കര എക്സ്പെക്റ്റേഷനാണ്. എന്തുകൊണ്ട് ഇത്ര എക്സ്പെക്റ്റേഷൻ വന്നെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആൾക്കാർക്ക് എന്തൊക്കെയോ ഇതെല്ലാം ശരിയാവും, ഒക്കെ നന്നാവും, ഇനി കഷ്ടകാലമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെയാണ് ആൾക്കാരുടെ ധാരണ. പക്ഷേ ആ ഒരു എക്സ്പെക്റ്റേഷൻ വലുതായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതാണ് ഇപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ വല്ലാണ്ട് ഞാൻ അനുഭവിക്കുന്ന ഒരു പ്രശ്നം. അതിൽ പിന്നെ ഇപ്പം ആദ്യം പറഞ്ഞ പോലെ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോവുക, മറ്റുള്ളവരുടെ പ്രതീക്ഷകൾക്ക് അനുസരിച്ച് ഉയരാൻ പറ്റാണ്ട് വരുമ്പോഴുള്ള, അല്ലെങ്കിൽ അങ്ങനെ ഉയരാൻ പറ്റുമോ എന്നുള്ള ആ ഒരു ആശങ്ക യഥാർത്ഥത്തിൽ ഒത്തിരി ഭയപ്പെടുത്തുന്നുണ്ട്. തിരുമേനി, കാസ പോലെയുള്ള ചില ക്രിസ്ത്യൻ സംഘടനകൾ, ചില പ്രീസ്റ്റുകൾ ലവ് ജിഹാദ് എന്ന് പറഞ്ഞിട്ടൊരു അലിഗേഷൻ തിരുമേനിയുടെ ഇതിൽ അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയപ്പെടുത്തിട്ടുണ്ട്? ഞാൻ ആ രീതിയിൽ ചിന്തിക്കുന്ന ഒരാളല്ല. പക്ഷേ ചില ഇൻസിഡൻസ് പലരും പറഞ്ഞു കേൾക്കുമ്പം എന്തൊക്കെയോ അപകടങ്ങൾ ആ നിലകളിൽ സംഭവിക്കുന്നില്ല എന്ന് പറയാനും പറ്റത്തില്ല. അങ്ങനെ ഒരു ടെർമിനോളജി പറയാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് ക്രിസ്ത്യൻ ചർച്ചസിനെപ്പോഴും ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, മറ്റ് ഇതിൻ്റെ ഉറവിടമായിട്ടുള്ള ടർക്കിയിലും ഇറാഖിലും സിറിയയിലും ഒക്കെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഒത്തിരി പീഡനം അനുഭവിച്ചിട്ടുള്ളവരാണ്. ഇപ്പോഴും പീഡനകാലം തന്നെയാണ്. അതുകൊണ്ടൊക്കെയാണ് അവിടെയുള്ള എല്ലാവരും ഇവിടുന്നൊക്കെ മൈഗ്രേറ്റ് ചെയ്ത് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുക. ക്രിസ്ത്യൻസിനൊരു കാലത്ത് അവിടെ 100% ക്രിസ്ത്യൻസ് ആയിരുന്നു ഈ പറയുന്ന രാജ്യങ്ങളിലൊക്കെ തന്നെ. അത് പിന്നെ പെർസെൻറ്റേജ് കുറഞ്ഞ്
ആ കമ്മ്യൂണിറ്റി തന്നെ അവിടെ കുറേ കഴിയുമ്പോൾ ഇല്ലാണ്ടായി പോകുന്ന സംശയം. ഇപ്പം ലെബനോന് പ്യൂർലി ക്രിസ്ത്യൻ കൺട്രിയാണ്. ഒരു 20 വർഷം മുമ്പ് വരെ ലെബനോനിലൊരു 40% ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് വന്നിട്ടൊരു 20% കുറഞ്ഞിട്ടുണ്ട്. അതിലിപ്പോഴും പ്രസിഡൻറ്റ് ക്രിസ്ത്യനാണ്, ലെബനീസ് പ്രസിഡൻറ്റ്. അതാ ആ ഒരു രീതിയിൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി മൈനോറിറ്റീസ് ആ ഒരു മേഖല പ്രത്യേകം അനുഭവിക്കുന്നുണ്ട്. പിന്നെ ക്രിസ്ത്യൻസ് ഒരു ഈസി ടാർഗറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് എങ്ങനെയൊക്കെയോ ചിലർക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതും ക്രിസ്ത്യാനികളെ ഇച്ചിരി അലോസരപ്പെടുത്തുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സഭയ്ക്കുള്ളിൽ കുറേ പൊളിറ്റിക്കൽ വോയിസസ് വരുന്നുണ്ട്, എസ്പെഷ്യലി കാത്തലിക് സഭയിൽ. ഒരു പർട്ടിക്കുലർ പാർട്ടിയെ ഫേവർ ചെയ്തിട്ട് അല്ലെങ്കിൽ ഇലക്ഷൻ സമയത്താകുമ്പോൾ അതുപോലത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ്. ആ ട്രെൻഡിനെ പറ്റി എന്താണ് പറയുന്നത്? ചർച്ച് പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുന്നതിനോട് എനിക്ക് അഭിപ്രായമില്ല വ്യക്തിപരമായിട്ട്. ചർച്ചിനോടുമൊക്കെ ഒരു അഫിലിയേഷനുള്ള പൊളിറ്റിക്കൽ പാർട്ടികളുണ്ട്. ഇപ്പോൾ ഈ കേരള കോൺഗ്രസിൻ്റെയൊക്കെ ഒറിജിനൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ ഇപ്പം ഈ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയിലും നമ്മുടെ ആളുകളുണ്ട്. ഈവൻ ഇപ്പം BJP പോലും ക്രിസ്ത്യൻസ് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ സഭയായിട്ടൊരു പൊളിറ്റിക്കൽ പാർട്ടി വരുന്നതിനോട് വ്യക്തിപരമായിട്ട് ഞാൻ അതിനോട് അങ്ങനെ യോജിക്കുന്നില്ല. പക്ഷേ പൊളിറ്റിക്കൽ അഫിലിയേഷൻ ഒരു പക്ഷേങ്കിൽ ചില ധാരണകളുടെ പുറത്തോ അല്ലെങ്കിൽ ചില ആവശ്യങ്ങളുടെ പുറത്തോ ഒരു പക്ഷേങ്കിൽ ചർച്ചസിന് ഉണ്ടായെന്ന് വരാം. അവരനുഭവിക്കുന്ന ക്രൈസിസ് അല്ലെങ്കിൽ ഉയർത്തുന്ന ആവശ്യങ്ങൾ, ഡിമാൻഡ്സ് അല്ലെങ്കിൽ പ്രതിസന്ധികൾ, അതിനെ അനുകൂലിക്കുന്നവരുണ്ട്. അതിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു പാർട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ, സംവിധാനം ഉണ്ടെന്നുണ്ടെങ്കിൽ, സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ആ സംവിധാനത്തോട്, ആ പാർട്ടിയോട് ഒരു അലീജിയൻസ് അല്ലെങ്കിൽ ഒരു മൃദു സമീപനം എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. അതല്ലാതെ അങ്ങനെ ഒരു പാർട്ടി അങ്ങനെ ഫോം ചെയ്യുന്നു ഞാനും കേട്ടു. അങ്ങനെയൊക്കെ വേണ്ടി വന്നാൽ അങ്ങനെയൊക്കെ ചെയ്യുന്നൊക്കെ പാമ്പ്ലാനി പിതാവാണെന്ന് എനിക്ക് തോന്നുന്നത്. അത് ഏതൊരു പിതാവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അങ്ങനെ പറയുന്നുണ്ടാവില്ല. അങ്ങനെ ആ ഒരു മൂവിലേക്കൊന്നും പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവരൊക്കെ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസൊക്കെ വളരെ വലിയ പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ അതിൻ്റെ തീവ്രതയിൽ നിന്നൊക്കെ പറയുന്നതാണ് പിതാക്കന്മാർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ നമ്മുടെ കമ്മ്യൂണിറ്റി ഒരു പെർസെപ്ഷൻ ഒരു ലെഫ്റ്റ് ലീനിയൻറ്റ് അങ്ങനെയാണോ? അത് ചർച്ച എപ്പോഴും ഒരു ക്രൈസിസ് ഓറിയൻറ്റഡാണ് ചർച്ച. എപ്പോഴും ക്രൈസിസിൽ പോകുന്ന ചർച്ചയാണ്. അപ്പോൾ അന്നേരം സ്വാഭാവികമായിട്ടും നമുക്ക് ഗവൺമെൻറ്റിൻ്റെ സഹായം തേടിയേ തീരൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഗവൺമെൻറ്റുമായിട്ടൊക്കെ ബന്ധപ്പെടാതെ നമുക്ക് മുന്നോട്ട് പോകാൻ ഒക്കത്തില്ല. സ്വാഭാവികമായിട്ടും ക്രൈസിസിൽ സഹായിക്കുന്നവർ അല്ലെങ്കിൽ കരുതുന്നവരെ അവരെ തിരിച്ചും കരുതുക എന്നുള്ളത് സ്വാഭാവികമാണ്. ആ കരുതൽ എന്ന് പറയുന്നത് എങ്ങനെ എത്രയേറ്റം എത്ര പേർക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും അത് നമുക്ക് പറയാനൊക്കത്തില്ല. അപ്പോൾ ഞാനീ പറഞ്ഞതുപോലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ധാരാളം ആളുകൾ ഞങ്ങളുടെ ഇടയിലുണ്ട്. പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളുകൾ അധികം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ നിലപാടുകൾ കൊണ്ട് പാർട്ടിക്ക് അതീതമായിട്ടുള്ള ഒരു ഇഷ്ടമാണത്. അത് ഇറ്റ്സ് നോട്ട് എ പാർട്ടി ഓറിയൻറ്റഡ് അല്ല. ഒരു നീതി നിഷേധത്തിനെതിരെ ശക്തമായിട്ട് നിലകൊണ്ടു അതിൻ്റെ റിസൾട്ടൊക്കെ കിട്ടുമ്പം സ്വാഭാവികമായിട്ടും പാർട്ടിക്ക് അതീതമായിട്ടൊക്കെയുള്ള ചിന്തകൾക്ക് ഉണ്ടാവാൻ സാധ്യതകൾ തള്ളിക്കളയാൻ പറ്റില്ല. അത്ര മാത്രമേ പറയാൻ ഒക്കത്തുള്ളൂ. അത് ഇൻഡിവിജ്വൽ ഓറിയൻറ്റഡ് അല്ലേ, അല്ലാതെ ഒരു മോളിൽ നിന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള അത് നമ്മൾ ഇന്നയാൾക്ക് വോട്ട് ചെയ്യണമെന്നൊന്നും പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു വോട്ട് ചെയ്യുന്നവൻ്റെ ഇഷ്ടമാണ്. അവരാണ് തീരുമാനിക്കുന്നത്. ചെയ്യേണ്ടെന്ന് തീരുമാനിക്കുന്നത് അവർ തന്നെയാണ്. അപ്പോൾ അവിടെ നമ്മൾ കയറി ഇങ്ങനെയുള്ള കാര്യങ്ങൾ അധികം പറയാതിരിക്കുകയായിരിക്കും നല്ലതെന്നാണ് എൻ്റെ പക്ഷം. എന്നാൽ ഈ പറഞ്ഞതുപോലെ നന്മയുള്ളവരും സഹായിക്കുന്നവരും സഹായിച്ചിട്ടുള്ളവരും ഒക്കെ മറക്കാതിരിക്കുക എന്നൊക്കെ പറയാനൊക്കെ പറ്റത്തുള്ളൂ. അതിലപ്പുറത്തേക്കുള്ള ഒരു പറച്ചിലൊന്നും
നയപരമായിട്ട് നമ്മൾ വിശ്വസിക്കുന്നില്ല അങ്ങനെ. പക്ഷേ സഭയെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള പക്ഷേ ഇടതുപക്ഷമാണ്. ഇടതുപക്ഷം സഹായിച്ചിട്ടുണ്ടെന്നുള്ളത് വസ്തുതയാണ്. പ്രത്യേകിച്ചും സെമിറ്ററി ബില്ല് പോലൊരു ബില്ല് സുപ്രീം കോടതി വിധി അങ്ങനെ നിൽക്കുമ്പം അത് കൊണ്ടുവരാനുള്ള ഒരു ആർജവം കാണിച്ചു എന്നുള്ള വലിയ കാര്യമാണ്. പിന്നെ ഈ ഒരു നീതി നിഷേധത്തിനെതിരെ ചർച്ച് ബില്ല് കൊണ്ടുവരാനായിട്ട് കുറേ വർക്ക് ചെയ്തു, അവർ കുറേ എഫേർട്ട് ഇട്ടു, അത് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. അത് LDFൻ്റെ പാർട്ടി തലത്തിൽ അത് തീരുമാനമാക്കി. അപ്പോൾ അങ്ങനെ നോക്കുമ്പം സഹായിച്ചിട്ടുണ്ടെന്നുള്ള വസ്തുതയാണ്. അറ്റ് ദ സെയിം ടൈം ഉമ്മൻചാണ്ടിയുടെ സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ചിൻ്റെ വിഷയം തീർക്കാനായിട്ട് കഷ്ടപ്പെട്ട ഒരാളാണ് അദ്ദേഹം. അങ്ങനെ വന്നിട്ട് അദ്ദേഹത്തെ അവർ ബോയ്ക്കോട്ട് ചെയ്തു മറുവിഭാഗം. നമ്മുടെ വിഷയം തീർക്കാനായിട്ട്, നീതിയുക്തമായിട്ട് തീർക്കാനായിട്ട് അദ്ദേഹം എഫർട്ട് ഇനിഷ്യേറ്റ് എടുത്തതിൻ്റെ പേരിൽ ഉമ്മൻചാണ്ടി സാറിനെ കുറേ നാളുകൾ അവരുടെ പൊതുവേദികളിൽ നിന്നൊക്കെ ഒഴിവാക്കി നിർത്തിയായിരുന്നു. അപ്പോൾ അത് അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഈ മാറി വരുന്ന ഗവൺമെൻറ്റുകളൊക്കെ ഒരർത്ഥത്തിലും മറ്റൊരർത്ഥത്തിലൊക്കെ സഹായിച്ചിട്ടുണ്ട്. എക്സ്ക്ലൂസീവ്ലി ഒരു ഭാഗം മാത്രം സഹായിച്ചു അങ്ങനെ നന്ദികേടല്ലേ അത് എല്ലാവരും. പക്ഷെ ഒരു വളരെ ക്രൂഷ്യൽ ഇങ്ങനത്തെ ഒരു സന്ദർഭം മുമ്പ് ഉണ്ടായിട്ടില്ല നമുക്ക്. ഈ 2017 ഉണ്ടാക്കിയ ഒരു ആഘാതത്തിൽ അവിടെ ഞങ്ങൾക്കൊരു വലിയൊരു ആശ്വാസം തന്നു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. പക്ഷെ ഉമ്മൻചാണ്ടിക്ക് ശേഷം കോൺഗ്രസ് പൊളിറ്റിക്സിൽ അതുപോലെ ഒരു ക്രിസ്ത്യൻ നേതാവ് ഇല്ല എന്നുള്ളത് ഒരു പോരായ്മയല്ലേ? കോൺഗ്രസ്സിൽ ബെന്നി ബെഹനാൻ പോലുള്ളവരൊക്കെ ഉണ്ട് ഇപ്പോഴും. എന്നാലും ഉമ്മൻചാണ്ടിയുടെ ഒരു കാരിസ്മ ഉള്ള അല്ലെങ്കിൽ അത്രയും ഒരു അധികാരത്തിലേക്ക് വരാൻ പറ്റുന്ന വേറൊരാൾ ഇപ്പം നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാലും സാന്നിധ്യമുണ്ട്. നമ്മളുടെ സഭാ മെമ്പേഴ്സ് 2-3 പേരുണ്ട്. പള്ളി ഭരണത്തിൽ യാക്കോബായ സഭ ഒരു വനിതാ സംവരണം കൊണ്ടുവന്നിട്ടുണ്ട്. അനധിവിദൂരമായ ഭാവിയിൽ വനിതാ വൈദികരെ പ്രതീക്ഷിക്കുക. വനിതാ വൈദികരെന്നുള്ളത് അത്ര ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ചിന്തിക്കുക അത്ര എളുപ്പമായിരിക്കില്ല. പക്ഷേ അഡൾട്ട് ബാപ്റ്റിസമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾക്ക് ഡിയാക്കനസസ് ഉണ്ടായിരുന്നു, ലേഡി ഫീമെയിൽ ചെമ്മാശന്മാരുണ്ടായിരുന്നു. അവർക്ക് കുറേ അധികാരങ്ങളുണ്ടായിരുന്നു. അത് പിന്നീട് നിന്നു പോയിട്ടുണ്ട്. അപ്പോൾ ആ നിലകളിലൊക്കെയുള്ള അവരുടെ റോള് കുറച്ചുകൂടി കൂടി ഈ ആരാധനയിൽ ഒക്കെ ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ട് എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ള ചർച്ചയിലൂടെ ഭാവിയിലേക്ക് ഒരു പക്ഷേ ചില സാധ്യതകളുണ്ട്. ഉണ്ടായിരുന്ന ഒരു പാരമ്പര്യം നിന്നുപോയതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠനം നടത്താൻ സഭ തയ്യാറാണ്. പിന്നെ പങ്കാളിത്തം, ഒരു മെയിൽ ഡൊമിനേഷനാണ് ഞങ്ങളുടെ ചർച്ചിൻ്റെ. അപ്പം പള്ളിയിൽ വന്നാൽ ആദ്യം ആ പുരുഷന്മാർ കൈമുത്തും, അത് കഴിഞ്ഞ് പിന്നെ സ്ത്രീ. ഇപ്പം പിന്നെ ഒറ്റ സമയത്ത് തന്നെ 2 ലൈനായിട്ടൊക്കെ വിട്ടു തുടങ്ങിയിട്ടുണ്ട്. എല്ലാത്തിനും ഒരു മുൻഗണന ഭരണത്തിലാണെങ്കിലും പള്ളി ഭരണത്തിലും ഒക്കെ ആണെങ്കിലും. ബട്ട് നൗ ഇറ്റ്സ് ബീൻ ചേഞ്ചിങ്. കഴിഞ്ഞ ദിവസം ഒരു പള്ളിയിൽ നിന്നും ഒരു ലേഡി എന്നെ വിളിച്ചു. അപ്പോൾ ആ പുള്ളിക്കാരത്തിനെ ട്രസ്റ്റിയായിട്ട് തിരഞ്ഞെടുത്തെന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു പുതിയ സംഭവമാണ്. കമ്മിറ്റിക്കാരായിട്ടുണ്ട്, പക്ഷേ പള്ളിയിൽ ട്രസ്റ്റിയായിട്ട് ലേഡിയെ തിരഞ്ഞെടുക്കും. അങ്ങനെ 30% മിനിമം ഒരു സംവരണം വേണമെന്ന് പറഞ്ഞത് പടിപടിയായിട്ട് അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളൂ. ഒരു സർട്ടൻ ഒരു പരിധി വരെ അത് ഇംപ്ലിമെൻ്റ് ആയി. പക്ഷേ അടുത്ത ഒരു 4-5 വർഷം കൊണ്ട് അത് മൊത്തമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിനൊരു സ്വാഗതാർഹമാണ് ജനങ്ങളുടെ ഇടയിൽ. പക്ഷേ ഓരോ പള്ളികൾക്കും അവരുടെ പാരമ്പര്യ പള്ളികളാണല്ലോ പലത്, ഒത്തിരി പഴക്കമുള്ളതാണ്. അവർക്ക് അവരുടേതായ ഒരു സംവിധാനം, ഒരു നിയമാവലിയൊക്കെ ഉണ്ട്. അത് ഭേദിക്കാൻ അവർക്ക് ചില തടസ്സങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വാശി പിടിക്കുന്നില്ല. നിയമം നിങ്ങൾ തീരുമാനം ഉണ്ടെങ്കിലും ഗിവ് ദം മോർ ടൈം. അപ്പോൾ കൂടുതൽ സമയം കൊടുക്കുന്നവർ അവരും പതുക്കെ അഴിഞ്ഞ് അതൊരു ഡിപ്ലോമസിയുടെ ഭാഗമാണ്. അല്ലാണ്ട് നിങ്ങൾ ഇതര ദിവസം ചെയ്തിരിക്കണം അല്ലെങ്കിൽ അത് ചെയ്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭീതിപ്പെടുത്താറൊന്നുമില്ല. വളരെ സോഫ്റ്റായിട്ട് അവരോട് ഇങ്ങനെയുള്ള കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിക്കേണ്ട കാര്യങ്ങൾക്ക് ചെയ്യാനായിട്ട് വിമുഖത കാണിക്കുമ്പം അവിടെ ഞാൻ ശാഠ്യം പിടിക്കാറില്ല. ചെയ്തേ പറ്റൂ എന്നുള്ളത്. അതിന് കുറച്ചൊരു സമയം കൊടുക്കും. ഈസ്റ്റർ വരാൻ പോവാണ്, ഗുഡ് ഫ്രൈഡേ വരാൻ പോവാണ്. അപ്പം ബാബയുടെ മെസ്സേജ് എന്താണ്? ഒരു സഭയിൽ അകത്തുള്ള ആൾക്കാരും പിന്നെ അപ്പുറത്തിരിക്കുന്ന ഓർത്തഡോക്സ് സഭയിലേക്കും അല്ല ജനറൽ കമ്മ്യൂണിറ്റിയിൽ എന്തെങ്കിലും മെസ്സേജ് കൊടുക്കാറുണ്ടോ? ഈസ്റ്ററിൻ്റെ പ്രധാന സന്ദേശം സമാധാനമാണ്. ആ സമാധാനത്തിലേക്കുള്ള വഴി
വളരെ ദുർഘടവുമാണ്. ആ സമാധാനം എന്ന് പറയുന്നത് ആർക്കും എടുത്തു മാറ്റാൻ പറ്റാത്തൊരു സമാധാനമാണ്. അതിലേക്കുള്ള വഴി എന്ന് പറയുന്നത് കുരിശ് തന്നെയാണ്. കുരിശിൻ്റെ വഴിയാണ് അതിലേക്ക് നയിക്കുന്നത്. അപ്പോൾ അത് ഓരോ വ്യക്തിയുടെയും ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പം അവിടെ കാൽവരി അനുഭവങ്ങൾ അത് ഓരോ ഇൻഡിവിജ്വലിനും മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അങ്ങനെ സഹനത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിച്ചെങ്കിൽ മാത്രമേ നിത്യമായ സമാധാനത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് ഓർത്തഡോക്സ് സഭയോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഓർത്തഡോക്സ് സഭയോട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വീണ്ടും ആവർത്തിച്ച് പറയുകയാണെങ്കിൽ, സഭ, യാക്കോബായ സഭ സഹോദരങ്ങൾ എന്നുള്ള നിലയിൽ അവരോട് ചർച്ച ചെയ്യുന്നതിനും ശാശ്വതമായ പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനും തയ്യാറാണ്. മുൻവിധികളൊന്നുമില്ലാതെ അങ്ങനെ ചെയ്യാൻ തയ്യാറാണ്. ഈ പറഞ്ഞതുപോലെ പുറകിലേക്ക് നോക്കുമ്പം അടുക്കാൻ പാടില്ലാത്ത വിധത്തിലൊക്കെ അകന്നു പോയിട്ടുണ്ടോ എന്നൊക്കെ ചിന്തകൾ വരും. മുറിപ്പാടുകളുണ്ടായിട്ടുണ്ട്. മുറിപ്പാടുകൾ ചിലതൊക്കെ ആഴമുള്ളതാണ്. അത് പറയുമ്പം എൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഞങ്ങളുടെ സഭയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്ന ചില ആക്ഷൻസ് അല്ലെങ്കിൽ ചില കാര്യങ്ങളിലുമൊക്കെ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. വീഴ്ചകളും പരാജയങ്ങളും ഒക്കെ രണ്ട് ഭാഗവും ഒരു റൈവൽ ഗ്രൂപ്പായിട്ട് നിൽക്കുമ്പം സ്വാഭാവികമായിട്ട് സംഭവിക്കാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്നിരുന്നാലും ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, ഒരു ക്രൈസ്തവ സഭ, പൗരാണിക സഭ എന്നുള്ള നിലയിൽ, സഭകൾ എന്നുള്ള നിലയിൽ അതെല്ലാം മറന്നും മാറ്റിവെച്ചും പുറത്തും അനുരഞ്ജനപ്പെട്ടും സഹോദരങ്ങളായി മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകണം. അതിനേറ്റവും കൂടുതൽ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് അവർക്കാണ്. കാരണം അവരൊരു വിൻ വിൻ സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. ലീഗലി ഞാനത് എടുത്ത് പറയും. ലീഗലി അങ്ങനെ ഒരു വിൻ വിൻ സിറ്റുവേഷൻ നിൽക്കുന്നവരാണ് അവരുടെ മാതൃസഭയാണ്. അതവർ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അതൊരു സത്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അംഗീകരിക്കണമെന്ന് നിർബന്ധമൊന്നും ഞാൻ പറയുന്നില്ല. അത് അങ്ങനെ നിൽക്കട്ടെ. ആ നിലയിൽ ഉള്ള ഒരു തിരിച്ചറിവും ഒരു തിരിച്ചുവരവും ഒരു മനോഭാവവും ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ശാശ്വതമായ പരിഹാരത്തിലേക്കുള്ള വഴികൾ തെളിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് അവരോട് വിത്ത് ഓൾ റെസ്പെക്റ്റ്, നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ അംഗീകരിക്കുന്നുണ്ടോ എന്നും ഞാനത് തിരക്കാറില്ല, അന്വേഷിക്കാറുമില്ല. വിത്ത് ഓൾ റെസ്പെക്റ്റ് അങ്ങനെയുള്ള അഭ്യർത്ഥനയാണ് നമുക്ക് പറയാനുള്ളത്. തീരാനും തീർക്കാനും ചർച്ച ചെയ്യാനും ഒക്കെ നമ്മൾ തയ്യാറാണ്. പക്ഷേ ചർച്ചിൻ്റെ അസ്തിത്വം അതിനൊരു കേട് സംഭവിക്കാൻ പാടില്ല.